പഠിച്ചു This തുടങ്ങുന്നു. call is now being recorded. തുടങ്ങി. ഓക്കെ. അപ്പോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്കൊരു 15% വെയിറ്റേജ് ഉള്ള ഒരു പോർഷൻ ഉണ്ട്, ഫണ്ടമെന്റൽ അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞു. ഓക്കെ. അത് നിങ്ങൾ ഫൗണ്ടേഷൻ പഠിച്ചു വന്ന കുട്ടികൾക്ക് അറിയാം, നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ച അതേ ടോപ്പിക് അതേ രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോ അതിനുശേഷം ഒരു 15% വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക് നിങ്ങളുടെ CMA ഇന്റർമീഡിയറ്റിൽ വരുന്നുണ്ട്. അതും നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ച അത്രത്തോളം അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു 20% മാത്രം കൂടുതലുള്ള ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, 2 ജോയിന്റ് വെഞ്ചർ, 3 കൺസൈൻമെന്റ്. ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോ നിങ്ങൾ ഫൗണ്ടേഷനിൽ എന്ത് പഠിച്ചോ അത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർമീഡിയറ്റിലേക്ക് 30% വെയിറ്റേജിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓക്കെ. അപ്പോ ആ ഒരു കാര്യത്തെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പലരും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ CMA ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികളിൽ പലരും ചെയ്ത് കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആദ്യത്തെ 15% അത് ഓക്കെയാണ്, സിമ്പിൾ ആണ്, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെക്കും. അപ്പോ ആ 15%-ൽ ഏതെങ്കിലും ഇച്ചിരി കൂടി ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോവും. ഇനി രണ്ടാമത്തെ 15%, ഈ രണ്ടാമത്തെ 15% പഠിച്ചില്ലെങ്കിലും വലിയ വിഷയമല്ല, ബാക്കിയുള്ള 85% എൻ്റെ കയ്യിൽ കിടക്കല്ലേ എന്നുള്ള ധാരണയിൽ അതിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ആ രണ്ടാമത്തെ 15% പോവും. എന്നിട്ട് തലകുത്തി നിന്ന് നമ്മളുടെ പാർട്ട്ണർഷിപ്പും നമ്മളുടെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കും. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. സോ നിങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ലാത്ത, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 2 പോർഷൻസ് ആണ്, 2 ഏരിയാസ് ആണ് ഈ അക്കൗണ്ടിങ് ഫണ്ടമെന്റൽസും രണ്ടാമത് ഞാൻ പറഞ്ഞ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെന്റ്, ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന 3 ടോപ്പിക്കുകളും. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ വി ഷാൽ സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. ഇവിടെ ഫൗണ്ടേഷൻ വഴി, ഫൗണ്ടേഷൻ റൂട്ട് വഴി വന്ന എത്ര കുട്ടികളുണ്ട്? ഒന്ന് പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ്. അനുശ്രീ, പിന്നെയോ? ബാക്കി എല്ലാവരും ഗായത്രി, പിന്നെ നിങ്ങൾ 2 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ക്യാറ്റാണ്. ഓക്കെ. അപ്പോ നമുക്ക് നോക്കാം എന്താണ് കൺസൈൻമെന്റ് എന്നുള്ളത്. നമുക്ക് നോക്കാം. കൺസൈൻ BCom ആണ്. ഓക്കെ. BComകാര് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, ഡിഗ്രിയാണ്. ഓക്കെ. അപ്പൊ കൺസൈൻമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ കൺസൈൻമെന്റ്? കൺസൈൻമെന്റ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ വഴി കൺസൈൻമെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൺസൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സിപ്ല എന്ന് പറയുന്ന കമ്പനിയെ പറ്റി കേട്ടിട്ടുണ്ടോ? സിപ്ല. യെസ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ജലദോഷമോ തുമ്മലോ ചുമയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും അപ്രോച്ച് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് സിപ്ല എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഈ സിപ്ല എന്ന് പറയുന്ന മെഡിസിൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എങ്കിൽ പോലും സിപ്ലയുടെ ഓഫീസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പോകുന്ന വഴിയിലോ യാത്രയിലോ അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന വഴിയിലോ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോ സിപ്ല മുംബൈയിലുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ ആണെന്ന് വിചാരിക്കുക. ആ മുംബൈയിലുള്ള ഫാർമസ്യൂട്ടിക്കൽസിന് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ തീരുമാനിക്കുകയാണ്, കേരളത്തിലെ 14 സ്റ്റേറ്റുകളിൽ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം. പക്ഷേ എനിക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണമെങ്കിലും എനിക്ക് അവിടെ ഓഫീസ് ഒന്നും ഇടാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. സിപ്ല തീരുമാനിക്കുകയാണ്, ഇൻട്രസ്റ്റ് ഇല്ല ഓഫീസിന്. ബട്ട് ഐ ഹാവ് ടു സെയിൽ ദ ഗുഡ്സ് ടു ഓൾ ഓഫ് ദ 14 സ്റ്റേറ്റ്സ് ഓഫ് കേരള. കേരളത്തിലെ 14 സ്റ്റേറ്റുകളിലും എനിക്കിത് സെയിൽ ചെയ്യുകയും വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിപ്ല ഒരു കാര്യം ആലോചിക്കുന്നത്. ഞാൻ അവിടെ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാം. 14 ജില്ലകളിലും 14 ഏജൻസിനെ അപ്ലൈ ചെയ്യാം. ഓരോ ഏജൻസി വീതം 14 ഏജൻസിനെ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തു. നിങ്ങൾ വിചാരിക്കുക ഷംന മലപ്പുറത്ത് നിന്നാണെന്ന് വിചാരിക്കുക. ഷംന മലപ്പുറത്തുള്ള ഏജന്റ് ആണെന്ന് വിചാരിക്കുക. മുഹമ്മദ് ഷാ, ഞാൻ
എവിടെയുള്ള ഏജന്റ് ആണ്? എറണാകുളത്തുള്ള ഏജന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ സിപ്ലയുടെ കയ്യിൽ കുറെ മെഡിസിൻസ് ഉണ്ട് അല്ലെ? ആ മെഡിസിൻ ആർക്ക് അയച്ചു കൊടുക്കും? ഷംനയ്ക്കും അയച്ചു കൊടുക്കും. മുഹമ്മദ് ഷാ എന്ന് പറയുന്ന എനിക്കും അയച്ചു കൊടുക്കും. അങ്ങനെ സിപ്ല ഈ മെഡിസിൻ അയച്ചു കൊടുത്തിട്ട് ഈ ഏജന്റുമാർ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടാവും ഡോക്ടറുടെ ഡോറിന്റെ സൈഡിൽ കുറെ പേര് ബാഗും പിടിച്ച് വന്ന് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? മെഡിക്കൽ റെപ്പ് എന്ന് പറഞ്ഞ്. യെസ്. അപ്പോ സിപ്ല ഈ അയച്ചു കൊടുക്കുന്ന മെഡിസിനുമായിട്ട് ഈ ഏജന്റുമാർ, അതായത് ഷംനയും ഞാനും എന്ത് ചെയ്യും? ഡോക്ടർമാരുടെ അടുത്ത് അല്ലെങ്കിൽ ഫാർമസീസിൽ പോയി ഇതിന്റെ മരുന്നാണ്, ഇത് ജലദോഷത്തിന്റെയാണ്, ഇത് ചുമയുടെ മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ സെയിൽ ചെയ്യും സിപ്ലയ്ക്ക് വേണ്ടി. ഓക്കെ. അപ്പോ സിപ്ല ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യും പല സ്ഥലങ്ങളിൽ ടു എക്സ്പാൻഡ് ദ ബിസിനസ്. അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഓണർ ഓഫ് ദ ബിസിനസ് ഏജന്റുമാരെ പല സ്ഥലങ്ങളിൽ അപ്പോയിന്റ് ചെയ്യും ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദെയർ ബിസിനസ്. അവരുടെ ബിസിനസിന്റെ എക്സ്പാൻഷന് വേണ്ടി. ഈ ഏജന്റുമാർ എന്തിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ഗെറ്റിംഗ് എ കമ്മീഷൻ. കമ്മീഷൻ കിട്ടാൻ വേണ്ടിയാണ് അവർ പണിയെടുക്കുന്നത്. നോട്ട് മോർ ദാൻ ദാറ്റ്. അതിൽ നിന്ന് വേറെ കൂടുതലൊന്നുമില്ല. പ്രോഫിറ്റും ലോസും ഒക്കെ ആരുടെയാണ്? പ്രോഫിറ്റ് ലോസ് ഒക്കെ ആരുടെയാണ്? സിപ്ലയുടെയാണ് അല്ലെങ്കിൽ ഓണറുടെയാണ്. ഓക്കെ. എക്സ്പെൻസുകളെല്ലാം അപ്പോൾ ആരുടെ ആയിരിക്കും? സിപ്ലയുടെയാണ് അല്ലെങ്കിൽ കമ്പനിയുടെയാണ്. ഓക്കെ. ഇത് മാത്രമേ, കമ്മീഷൻ മാത്രമേ ആരുടേതായിട്ടുള്ളൂ? എന്റെയും ഷംനയുടെയും ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോ ഇങ്ങനെ ഒരു സർക്കംസ്റ്റാൻസിൽ സിപ്ല എന്ന് പറയുന്ന ആൾക്ക് പറയുന്ന പേരാണ് കൺസൈനർ. ഇങ്ങനെ ഒരു സർക്കംസ്റ്റാൻസിൽ സിപ്ല എന്ന് പറയുന്ന ആൾക്ക് പറയുന്ന പേരാണ് കൺസൈനർ. ഓക്കെ. ഇവിടെ മുഹമ്മദ് ഷായും ഷംനയും ദേ ആർ ഏജന്റ്സ്. ഇവർ ഏജന്റ് ആണ്. ഇവരെ കൺസൈൻമെന്റിൽ പറയുന്ന പേരാണ് കൺസൈനി. There are two parties in a consignment. ഒരു കൺസൈൻമെന്റിൽ രണ്ട് പാർട്ടികളാണുള്ളത്. അതിൽ ഒന്ന് കൺസൈനർ ആണ്, രണ്ടാമത് കൺസൈനിയാണ്. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. When a trader or manufacturer want to expand his business beyond his local limit, he can do it by appointing an agent at that place and selling the goods through him, known as consignment business. Okay. എന്തിനാണ് സിപ്ല കൺസൈൻമെന്റ് ബിസിനസ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. സപ്പോസ് അവർ എറണാകുളത്തും മലപ്പുറത്തും വേറൊരു ഓഫീസ് ഇട്ട് കഴിഞ്ഞാൽ ദേ ഷുഡ് ഹാവ് ടു ഗിവ് ദ റെന്റ് കൊടുക്കണം, അവിടെ സാലറി ഉള്ള സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണം. ബട്ട് ബിയോണ്ട് ദാറ്റ് അവരൊരു ഏജന്റിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ചെറിയ ചെലവുകൾ മാത്രമേ ഏജന്റിന് വരുള്ളൂ. അതല്ലാതെ അവർക്ക് ഈ ഫിക്സ്ഡ് എക്സ്പെൻസുകളെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓക്കെ അല്ലേ? അടുത്തത് പാർട്ടീസ് ടു കൺസൈൻമെന്റിലെ പാർട്ടീസ് കൺസൈനറും കൺസൈനിയും. ഓക്കെ. കൺസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലെ സിപ്ല ഹി ഈസ് ദ ഓണർ ഓർ പ്രിൻസിപ്പൽ. ഹി ഈസ് ദ ഓണർ ഓഫ് ദ ഗുഡ്സിന്റെ ഓണർ ആണ് ആര്? കൺസൈനർ. ഓൾ ദ പ്രോഫിറ്റ് ഓർ ലോസ് ബിലോങ്സ് ടു ഹിം. പ്രോഫിറ്റോ ലോസോ ആരെ മാത്രമേ ബാധിക്കുള്ളൂ? അത് കൺസൈനറെ മാത്രമേ ബാധിക്കുള്ളൂ. ഇനി കൺസൈനിനെ നോക്കാം. ഹി ഈസ് ദ ഏജന്റ് ഹൂ വർക്സ് ഫോർ ഓൺ ആൻഡ് ബിഹാഫ് ഓഫ് ദ കൺസൈനർ. ഏജന്റ് ആണ് കൺസൈനി എന്ന് പറയുന്നത്. അയാൾ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടി? ആരുടെ സാന്നിധ്യത്തിലാണ്? കൺസൈനറുടെ സാന്നിധ്യത്തിലാണ്. ആൻഡ് ആസ് ഫോർ ഹിസ് ഇൻസ്ട്രക്ഷൻസ്. അയാൾ പറയുന്നതനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്? ഫോർ ഗെറ്റിംഗ് എ കമ്മീഷൻ ഫോർ ഹിസ് സർവീസസ്. ഓക്കെ. അയാളുടെ ഒരു സർവീസസിന്
കമ്മീഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇനി പ്രൊഫോമ ഇൻവോയ്സ്. വാട്ട് ഈസ് മീൻ ബൈ പ്രൊഫോമ ഇൻവോയ്സ്? രണ്ട് ടേംസ് ഉണ്ട്. ആ രണ്ട് ടേംസ് നമുക്ക് പഠിക്കാം. ഒന്ന് പ്രൊഫോമ ഇൻവോയ്സ്. എന്താണ് പ്രൊഫോമ ഇൻവോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി സിപ്ല മുഹമ്മദ് ഷാ എന്ന് പറയുന്ന എനിക്ക് കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ അത് സെയിലാണോ അല്ലയോ? സെയിലാണോ അല്ലയോ? സെയിലാണോ അല്ലയോ? അല്ല. അല്ല. ഓക്കെ. അതായത് സിപ്ല മുഹമ്മദ് ഷാക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് മുഹമ്മദ് ഷാ അവിടെയുള്ള നാട്ടിലുള്ള ബാക്കിയുള്ള മണ്ടന്മാർക്ക് വിറ്റ് പൈസ മേടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പോ സിപ്ല മുഹമ്മദ് ഷാക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ അത് എന്തല്ല? സെയിൽ അല്ല. ഓക്കെ. അപ്പോ പക്ഷേ സിപ്ല മുഹമ്മദ് ഷാക്ക് അയച്ചു കൊടുക്കുമ്പോൾ സിപ്ലയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് സെൻഡ് ആവുന്നുണ്ട് അല്ലെ? ഗുഡ്സ് അയക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഗുഡ്സ് മൂവ് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് കുറയുന്നുണ്ട്. അപ്പോ ആ ഗുഡ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആ ഗുഡ്സ് എത്ര എണ്ണം കൊടുത്തു വിട്ടിട്ടുണ്ട്, ഹൗ മച്ച്, എത്ര രൂപയുടെ ഉണ്ട് കോസ്റ്റ്, എത്ര രൂപയ്ക്ക് വിൽക്കണം, സെയിൽസ് പ്രൈസ്, ഇതെല്ലാം നോട്ട് ചെയ്ത് സിപ്ല മുഹമ്മദ് ഷാക്ക് അല്ലെങ്കിൽ കൺസൈനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുക്കും. അത് ഇൻവോയ്സ് അല്ല, അത് സെയിൽസ് ഇൻവോയ്സ് അല്ല, അതൊരു സെയിൽസ് ഇൻവോയ്സിന്റെ രൂപത്തിലുള്ള വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് പ്രൊഫോമ ഇൻവോയ്സ്. ഓക്കെ. It is a statement sent by the consignor. To consignee. പ്രൊഫോമ ഇൻവോയ്സ് ആരാണ് മക്കളെ സെൻഡ് ചെയ്യുന്നത്? കൺസൈനിക്കാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ. റിഗാർഡിംഗ് ദ ഐറ്റം സെൻഡ്, ദാറ്റ് ഈസ് ഹൗ മച്ച്, സെല്ലിംഗ് പ്രൈസ്, എക്സെട്ര. ഓക്കെ അല്ലേ? അടുത്ത കൺസെപ്റ്റ് അക്കൗണ്ട് സെയിൽ. എന്താണ് അക്കൗണ്ട് സെയിൽ? അക്കൗണ്ട് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഹമ്മദ് ഷാ കേരളത്തിൽ ഇരിക്കുന്ന, എറണാകുളം ജില്ലയിൽ ഇരിക്കുന്ന ഒരാളാണ്. സിപ്ല മുംബൈയിൽ ഇരിക്കുന്ന ആളാണ്. കൺസൈനർ മുംബൈയിലാണ്, മുഹമ്മദ് ഷാ കേരളത്തിലാണ്. ഓക്കെ. അപ്പോ എന്നും മുഹമ്മദ് ഷാനെ വിളിച്ച് സിപ്ലയ്ക്ക് അന്വേഷിക്കാൻ പറ്റുമോ? എത്ര എണ്ണം വിറ്റു, എങ്ങനെ വിറ്റു, ഏതൊക്കെ വിറ്റു, എത്ര രൂപ കിട്ടി, എത്ര രൂപ നീ എനിക്ക് തന്നു, എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നൊന്നും എന്നും വിളിച്ച് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം ലൈക്ക് മുഹമ്മദ് ഷാ ഒരുപാട് ഏജൻസ് സിപ്ലയ്ക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കൺസൈനീസ് സിപ്ലയ്ക്ക് ഉണ്ടാവും. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് ഷാ സെൻഡ് എ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ കൺസൈനി സെൻഡ് എ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ടു ദ കൺസൈനർ. Okay, Muhammad Shah sent a periodical statement to the Sipla. Consignee sent a periodical statement to Sipla regarding the sales balance due from debtors. ഡെപ്റ്റേഴ്സിൽ നിന്ന് കടം കൊടുത്തതിൽ എത്ര രൂപ കിട്ടാനുണ്ട്, ഇനി ബാലൻസ് മുഹമ്മദ് ഷാ വിറ്റതിൽ എത്ര രൂപ സിപ്ലയ്ക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ എക്സ്പെൻസ് മുഹമ്മദ് ഷാ പോയ വഴിക്ക്, അല്ലെങ്കിൽ കൺസൈനി പോയ വഴിക്ക് നാരങ്ങവെള്ളം കുടിച്ചതും ചോറുണ്ടതുമായിട്ടുള്ള എക്സ്പെൻസുകൾ എത്ര രൂപ ചെലവായിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് കൺസൈനർക്ക് പീരിയോഡിക്കലി അയച്ചു കൊടുക്കും. ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് കൺസൈനറുടെ ബുക്കിൽ ഈ കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് സിപ്ലയും മുഹമ്മദ് ഷായുമായിട്ടുള്ള ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് സെൻഡ് ബൈ ദ കൺസൈനി ടു ദ കൺസൈനർ പീരിയോഡിക്കലി. കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷൻ ബൈ ദ കൺസൈനി ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ആൻഡ് ദ ഫൈനൽ ബാലൻസ് ഡ്യൂ. It contain sales expense, incurred commission due, and advances paid on the basis of this account sales. Consignor recorded his accounts periodically. Okay ആണോ?
ഓക്കെയാണ്. അപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞു, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കൺസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു? എന്തിനു വേണ്ടിയാണ്? കൺസൈൻ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? കമ്മീഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഫോർ ഗെറ്റിംഗ് എ കമ്മീഷൻ. കൺസൈനർ എക്സ്പാൻഡ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, കൺസൈനി കമ്മീഷൻ കിട്ടാൻ വേണ്ടി. ഓക്കെ, കൺസൈനിക്ക് ഒരു കമ്മീഷൻ കിട്ടാൻ വേണ്ടി. അപ്പോ ഈ കമ്മീഷൻ എത്ര തരത്തിലുണ്ട്? ഒന്ന് ഓർഡിനറി കമ്മീഷൻ. ഓർഡിനറി കമ്മീഷൻ. എന്താണ് ഓർഡിനറി കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓർഡിനറി കമ്മീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസൈനിക്ക് ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ മാത്രമേ കൊടുക്കുള്ളൂ. ആൻഡ് കൺസൈനിക്ക് കിട്ടുന്നത് വളരെ കുറച്ച് എമൗണ്ട് ആയിരിക്കും. 3%, 4% എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം എമൗണ്ട് ആയിരിക്കും. ആൻഡ് ഈ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസൈനി ആണ് ഗുഡ്സ് സെല്ല് ചെയ്യുന്നത്, അല്ലെ? കൺസൈനി ഗുഡ്സ് സെല്ല് ചെയ്യുന്ന എല്ലാവരും, കൺസൈനി സപ്പോസ് ഞാൻ മുഹമ്മദ് ഷാ, ഞാൻ ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി, ആൽഫ മെഡിക്കൽ സ്റ്റോറിൽ പോയി, എന്റെ ഗുഡ്സ് ഒന്നും വിറ്റു പോകുന്നില്ല, അല്ലെങ്കിൽ എന്റെ മെഡിസിൻസ് ഒന്നും വിറ്റു പോകുന്നില്ല. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പറഞ്ഞു 50,000 രൂപയ്ക്ക് സാധനം തരാം, 50,000 രൂപയ്ക്ക് ഞാൻ മെഡിസിൻ തരാം, എനിക്ക് പയ്യെ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോ അയാൾ നോക്കിയപ്പോൾ ലാഭമാണ്, ക്രെഡിറ്റിന് സാധനം കിട്ടുവാണ്. മെഡിസിൻ ഇതേവരെ ക്രെഡിറ്റിന് ആരും കൊടുത്തിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാ ചെയ്തത്? എനിക്ക് സെയിൽസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെ? പക്ഷെ ഞാൻ വിറ്റ ഈ ആൽഫ മെഡിക്കൽസിനെ എന്റെ കൺസൈനർ, എന്റെ ഗുഡ്സിന്റെ ഓണർ ആകുന്ന സിപ്ലയ്ക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ അയാൾക്ക് അറിയാമായിരിക്കൂ? എന്റെ ലോക്കലുള്ള ഒരാളെ അയാൾക്ക് അറിയാമായിരിക്കൂ? ഇല്ല, അല്ലെ? അപ്പൊ ഞാൻ കൊടുത്തു, ഞാൻ ആൽഫ മെഡിക്കൽസിൽ ഒരു വിശ്വാസത്തിൽ കൊടുത്തു. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോ ആൽഫ മെഡിക്കൽസ് തുറന്നിട്ടില്ല. അയാളുടെ പണിക്ക് പോയി, അയാൾ കട അടച്ചു, അയാള് കട നിർത്തി എന്ന് പറഞ്ഞു, പൈസ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞു. അപ്പോ പൈസ ആരുടെ പോയി? സിപ്ലയുടെ പോയി, അല്ലെ? സിപ്ലയുടെ ഗുഡ്സ് ആണ്, സിപ്ലയുടെ സെയിലാണ് മുഹമ്മദ് ഷാ ചെയ്തത്, അല്ലെങ്കിൽ ഏജന്റ് ചെയ്തത്, അല്ലെങ്കിൽ കൺസൈനി ചെയ്തത് ഒരു കമ്മീഷന് വേണ്ടി മാത്രമാണ്. സോ പൈസ പോയപ്പോൾ ആരുടെ പോയി? സിപ്ലയുടെ പോവും, അല്ലെ? അപ്പോ ഓർഡിനറി കമ്മീഷൻ ആണ് കൊടുക്കുന്നത് എങ്കിൽ bad debt should be paid by the consignor himself. കൺസൈനർ തന്നെ, കൺസൈനർക്ക് വിറ്റ ആളെ അറിയോ അറിയാതിരിക്കോ ഇതൊന്നും ബാധിക്കുന്ന കേസല്ല. ഓർഡിനറി കമ്മീഷൻ കൊടുക്കുന്ന സാഹചര്യത്തിൽ കൺസൈനർ തന്നെ ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യണം. ബാഡ് ഡെപ്റ്റ് ആര് ബെയർ ചെയ്യില്ല? കൺസൈനി ബെയർ ചെയ്യില്ല. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തത് ഡെൽ ക്രെഡറി കമ്മീഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡെൽ ക്രെഡറി കമ്മീഷനെ പറ്റി? കേട്ടിട്ടുണ്ടോ? ഡെൽ ക്രെഡറി കമ്മീഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ്, നോ. ഡെൽ ക്രെഡറി കമ്മീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോളാം. ഫോർ പ്രൊമോട്ടിംഗ് ദ ക്രെഡിറ്റ് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൺസൈനിക്ക് എ ഹയർ എമൗണ്ട് ഓഫ് കമ്മീഷൻ കൊടുക്കും. നല്ല പെർസെന്റേജ് കമ്മീഷൻ കൺസൈനിക്ക് കൊടുക്കും. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ക്രെഡിറ്റ് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദിസ് ഡെൽ ക്രെഡറി കമ്മീഷൻ പേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ഷുഡ് ബി ബെയർഡ് ബൈ ആരാണ്? കൺസൈനി. ആരാണ് ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യേണ്ടത്?
കൺസൈനി ബെയർ ചെയ്യണം. കൺസൈനിക്ക് അത്രയും വലിയ കമ്മീഷൻ, ഡെൽ ക്രെഡറി ഇത്രയും കട്ടിയുള്ള പേരുള്ള ഒരു കമ്മീഷൻ കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? ബാഡ് ഡെപ്റ്റ് ഷുഡ് ബി ബെയർഡ് ബൈ ദ കൺസൈനി. ഏജന്റ് ബെയർ ചെയ്തോളണം ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് കൊണ്ട് ആരുടെ അടുത്തേക്ക് വരണ്ട? കൺസൈനറുടെ അടുത്തേക്ക് വരണ്ട. അപ്പൊ ബാഡ് ഡെപ്റ്റ് വരാതിരിക്കാൻ നോക്കേണ്ടത് ആരുടെ പണിയാണ്? കൺസൈനിയുടെ പണിയാണ്. ആ പണിക്ക് വേണ്ടിയാണ് കൺസൈനിക്ക് എന്ത് കൊടുക്കുന്നത്? ഡെൽ ക്രെഡറി കമ്മീഷൻ കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. മൂന്നാമത്തത് ഓവർ റൈഡിങ് കമ്മീഷൻ. എന്നാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓവർ റൈഡിങ് കമ്മീഷൻ എന്താണ്? നിങ്ങൾക്കറിയോ ഓവർ റൈഡിങ് കമ്മീഷൻ എന്താണെന്ന്? ഓവർ റൈഡിങ് കമ്മീഷൻ യു നോ? ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓവർ റൈഡിങ്. അറിയാം. ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഹിറ്റിംഗ് ഹയർ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കൺസൈനിയെ ബൂസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കൺസൈനിക്ക് പവർ കൊടുക്കാൻ, അല്ലെങ്കിൽ കൺസൈനിക്ക് ഒരു എൻകറേജ്മെന്റിന് വേണ്ടി ഹയർ കമ്മീഷൻസ് ഹയർ റേഞ്ചസിൽ കൊടുക്കും. അതിനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ, ഒരു സിറപ്പ്, അതിന്റെ MRP നമ്മളുടെ ലേബലിൽ കിടക്കുന്നത് 300 രൂപയാണെന്ന് വിചാരിക്കാം. അതിന് കോസ്റ്റ് 100 രൂപയാണ് വരുന്നുള്ളൂ കൺസൈനർക്ക്. കൺസൈനിയുടെ അടുത്ത് പറയാണ്, നീ ഇത് 150 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 5% കമ്മീഷൻ തരാം. നീ ഇത് 200 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 150 രൂപ വരെ ഉള്ളതിന് 5%വും 150നും 200നും ഇടയ്ക്കുള്ളതിന് 10% തരാം. നീ ഇത് 250 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 150 വരെ 5%വും 150ന്റെയും 200ന്റെയും ഇടയ്ക്കുള്ള പൈസയ്ക്ക് 10%വും 200ന്റെയും 250ന്റെയും ഇടയ്ക്കുള്ള പൈസയ്ക്ക് 15%വും കമ്മീഷൻ തരാം. ഇങ്ങനെ നോക്കുമ്പോൾ കൺസൈനി ഗുഡ്സ് കൂടുതൽ വിലയ്ക്ക് മോർ പ്രോഫിറ്റിന് വിൽക്കാൻ നോക്കും. അങ്ങനെ കൺസൈനിയെ എൻകറേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹയർ പ്രൈസിൽ വിൽക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കമ്മീഷനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓവർ റൈഡിങ് കമ്മീഷന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കറിയാം, ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ HDFC എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഏജന്റ് ആണ്. ഓക്കെ, ഞാൻ കൺസൈനിയാണ് അവരുടെ. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ഞാൻ സെല്ല് ചെയ്യും. അതായത് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ സെല്ല് ചെയ്യും. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്ര റേഞ്ച് വരെ നിങ്ങൾ ഈ കൊല്ലം അല്ലെങ്കിൽ ഈ മാസം 1 lakh rupeesന്റെ ഇൻഷുറൻസ് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ 5% കൂടി തരാം. 2 lakh ആവുന്നുണ്ട് എങ്കിൽ 7% കൂടി തരാം. ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ. 2 lakh ആണെങ്കിൽ 7% കൂടി തരാം. അങ്ങനെ അവർ നമ്മളുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹയർ ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ പെർസെന്റേജ് ഓഫ് കമ്മീഷൻസ് തരും. അതിനാണ് ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓവർ ആൻഡ് എബവ് ദ നോർമൽ കമ്മീഷൻ അല്ലെങ്കിൽ ഡെൽ ക്രെഡറി കമ്മീഷൻ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ നമുക്ക് നോക്കാം നമ്മൾ എന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കാം. ഓർഡിനറി കമ്മീഷൻ. കൺസൈനർ പേസ് എ കമ്മീഷൻ ദാറ്റ് ഈസ് എ സ്മോൾ പെർസെന്റേജ് ടു ദ കൺസൈനി. ഇൻ ദിസ് കേസ് ദ കൺസൈനർ ഷുഡ് ഹാവ് ടു ബെയർ ദ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് ആര് ബെയർ ചെയ്യണം? കൺസൈനർ ബെയർ ചെയ്യണം. ദാറ്റ് മീൻസ് ദ ബാഡ് ഡെപ്റ്റ് വിൽ ബി ദ എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ. ബാഡ് ഡെപ്റ്റ് ആരുടെ എക്സ്പെൻസ് ആയിരിക്കും? ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആരുടെ എക്സ്പെൻസ് ആയിരിക്കും? ആരുടെ എക്സ്പെൻസ് ആയിരിക്കും? കൺസൈനർ എക്സ്പെൻസ് ആയിരിക്കും. അടുത്തത് ഡെൽ ക്രെഡറി കമ്മീഷൻ. In order to enhance the credit sales, consignor pays higher amount of commission than ordinary commission, but bad debt have to be paid by the consignee. That means bad debt will be the expense of the consignee. Del creditory commission ആണ് എങ്കിൽ bad debt ആരുടെ എക്സ്പെൻസ് ആയിരിക്കും? കൺസൈനിയുടെ എക്സ്പെൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഓവർ റൈഡിങ് കമ്മീഷൻ.
consignor pays a higher amount of commission over and above the normal commission for selling the goods at higher prices. Okay, നമ്മൾ പറഞ്ഞത് തന്നെ കൺസൈനിക്ക് ഓവർ ആൻഡ് അബോവ് നമ്മളുടെ നോർമൽ കമ്മീഷന്റെ കൂടുതലായിട്ടൊരു കമ്മീഷൻ അനൗൺസ് ചെയ്യും. അത് എന്തിനു വേണ്ടിയാണ്? ഗുഡ്സ് ഹയർ പ്രൈസിന് സെല് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ടൈപ്പ് ഓഫ് ലോസസ് പറയുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടി നോക്കാം. സ്റ്റോക്ക് വാലുവേഷൻ. സ്റ്റോക്ക് വാല്യൂ ചെയ്യണം. അതായത് സിപ്ല ഷ രണ്ടുപേർ, കൺസൈനറും കൺസൈനിയും. സിപ്ല 1,00,000 രൂപ വിലയുള്ള ഗുഡ്സ് ആർക്ക് കൊടുത്തു? കൺസൈനിയായ ഷായ്ക്ക് കൊടുത്തു. ഷാ ഇതിൽ നിന്നും 80,000 കോസ്റ്റ് ഉള്ള ഗുഡ്സ് 1 lakhന് സോൾഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഷായുടെ കയ്യില് സ്റ്റോക്ക് എത്രയുണ്ട്? 20,000 ഉണ്ട്. ഓക്കെ ആണോ? അപ്പോ ഇത് സിമ്പിൾ കേസ് ആണ്. ഇനി നമുക്ക് നോക്കാം. സിപ്ല 1 lakhന്റെ കോസ്റ്റ് ഉള്ള ഗുഡ്സ് കൊടുത്തു. ആ ഗുഡ്സ് അത് 10,000 ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 10,000 ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഗുഡ്സ് ഇവിടെ കൊണ്ടുവരാൻ 20,000 ഫ്രൈറ്റ് ആയി. ഷായുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ 20,000 ഫ്രൈറ്റ് ആയി. ഓക്കെ, അപ്പോ ആ ഗുഡ്സിന് ടോട്ടൽ കോസ്റ്റ് എത്രയായിട്ടുണ്ട്? 1,20,000 ആയിട്ടുണ്ട്. 1,20,000 ആയിട്ടുണ്ട്. ഓക്കെ ആണോ? ഈ 1,20,000 എത്ര ഗുഡ്സിനാണ് ആയിരിക്കുന്നത്? 10,000 ഗുഡ്സിനാണ്. അപ്പോ എത്രയാണ്? 12 രൂപ പെർ യൂണിറ്റ് കോസ്റ്റ് ആയിട്ടുണ്ട്. സ്ക്രീനിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ടോ? എന്ത് സൗണ്ട്? എന്നൊരു ഒച്ചയാണ് കേട്ടെ. ക്ലിയർ അല്ലല്ലോ? പറഞ്ഞത് ക്ലിയർ ആയി? സ്റ്റെക്ക് ആയിട്ടുള്ള സൗണ്ട് ഉണ്ട്. വോയിസ് ക്ലിയർ ആണ്. അപ്പോ അല്ല, അത് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പോ 12 പെർ യൂണിറ്റ്. ഇനി വന്നു കഴിഞ്ഞാൽ ഒന്ന് പറയണേ. ഓക്കെ, അപ്പോ 12 പെർ യൂണിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കൺസൈനറുടെ കയ്യിൽ ആ ഗുഡ്സ് എത്തുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റിൽ വരുന്നതാണ്. കൺസൈനിയുടെ കയ്യിൽ എത്തുന്നത് വരെ കൺസൈനർ മാത്രമല്ല, കൺസൈനിയും എന്തെല്ലാം എക്സ്പെൻസുകൾ ഇൻക്വർ ആവുന്നുണ്ടോ അതെല്ലാം കോസ്റ്റ് പെർ യൂണിറ്റിൽ ആഡ് ഓൺ ആവുന്നതാണ്. ഓക്കെ, സപ്പോസ് കൺസൈനർ 1,00,000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്തു. 1,00,000 രൂപ കോസ്റ്റ് ഉള്ള ഗുഡ്സ് സെൻഡ് ചെയ്തു. അവിടെ നിന്ന് കൺസൈനർ 10,000 രൂപ ഓട്ടോ കാശ് മുടക്കി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുടക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് നമ്മുടെ അടുത്തേക്ക് വിട്ടു. മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് റെയിൽവേയിൽ കൊടുത്തു വിട്ടു. ഇവിടെ വന്നപ്പോ കൺസൈനി ഒരു 5,000 രൂപ റെയിൽവേ ഫ്രൈറ്റും കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ റെയിൽവേ ഫ്രൈറ്റ് പേ ചെയ്തത് കൺസൈനിയാണ് കേട്ടോ, എന്നിരുന്നാൽ പോലും കൺസൈനിയുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടി എടുത്ത എക്സ്പെൻസ് ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഫോം പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. അത് കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ വരും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എത്രയായിരിക്കും? 1,15,000 ആയിരിക്കും. 1,15,000 ആയിരിക്കും. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. കൺസൈനിക്ക് ഗുഡ്സ് കൊടുത്തു. ഇവിടെ സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 20,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്?
20,000 ആണ്. ഓക്കെ അല്ലേ? അപ്പോ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷന് വേണ്ടി ക്ലോസിംഗ് സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ് ആഫ്റ്റർ എ സർട്ടൻ പീരിയഡ്. ദ വാല്യുവേഷൻ ഈസ് ആസ് ഫോളോസ്. സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ 20,000 സ്റ്റോക്ക് ഉണ്ട്. 20,000 സ്റ്റോക്ക് അല്ല, സപ്പോസ് 10,000 യൂണിറ്റ്സ് സ്റ്റോക്ക്, 10,000 അല്ല, 1,000 യൂണിറ്റ്സ് സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻറ്റു 15 അല്ലെങ്കിൽ ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 25,000 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രൊപ്പോർഷനേറ്റ് കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ ദ ഗുഡ്സ് until it receives in the hand of the consignee. കോസ്റ്റ് പെർ യൂണിറ്റിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആവും? എവറി എക്സ്പെൻസസ് until the goods received to the consignee. കൺസൈനിയുടെ കയ്യിലേക്ക് ആ ഗുഡ്സ് എത്തുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസുകളും എന്തിൽ ഇൻക്ലൂഡഡ് ആവും? കോസ്റ്റ് പെർ യൂണിറ്റിൽ ഇൻക്ലൂഡഡ് ആവും. ആർ യു ഓക്കെ വിത്ത് ഇറ്റ്? നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ടൈപ്സ് ഓഫ് ലോസസ് രണ്ട് തരത്തിലാണ്. ഒന്ന് നോർമൽ ലോസ്, രണ്ട് അബ്നോർമൽ ലോസ്. ഓക്കെ, എന്താണ് നോർമൽ ലോസ്, എന്താണ് അബ്നോർമൽ ലോസ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോ നോർമൽ ലോസ്, വാട്ട് ഈസ് മീൻ ബൈ നോർമൽ ലോസ്? നോർമൽ ലോസ് എന്താണ്? നോർമൽ ലോസ് നിങ്ങൾക്കറിയോ? നോർമൽ ലോസ് എന്താണെന്ന് ഡീപ്പായിട്ട് അറിയോ? നോർമൽ ലോസ് നോ. വേറെ ആരെങ്കിലും? യെസ്, അറിയാം. അപ്പോ നമുക്ക് ഇവിടെയുള്ള രണ്ടുപേരെ എടുക്കാം. ആരെ എക്സാമ്പിൾ പറയാൻ നമുക്ക് എടുക്കണ്ടേ? രണ്ടുപേരെ എക്സാമ്പിൾ പറയാൻ എടുക്കണ്ടേ? പറയില്ല. നമുക്ക് ഗായത്രീനെയും മുഹ്സിനാനെയും എടുക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ രണ്ടുപേരും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് അല്ലെ? ഗായത്രീനെയും മുഹ്സിനായും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം. ഞാൻ എക്സാമ്പിൾ ആണ്. മുഹ്സിനാക്ക് ഗ്രോസറി സ്റ്റോഴ്സിന്റെ കടയുണ്ട്. ഓക്കെ, മുഹ്സിനാക്ക് ഗ്രോസറി സ്റ്റോഴ്സിന്റെ കടയുണ്ട്. മുഹ്സിന തുടങ്ങുന്നതാണ് കേട്ടോ. ഇനാഗ്രേഷൻ ആണ്. അപ്പോ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് മുഹ്സിന ഗ്രോസറി സ്റ്റോഴ്സിൽ ഒരു ഓഫർ അനൗൺസ് ചെയ്തു. റിലയൻസ് മാർട്ടൊക്കെ ഓഫർ അനൗൺസ് ചെയ്യാറുള്ളത് പോലെ മുഹ്സിന സ്റ്റോഴ്സ് ഒരു ഓഫർ അനൗൺസ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിൽ 100 രൂപയ്ക്ക് കൊടുക്കാൻ പോവാണ്. മുഹ്സിനക്കറിയാം കോക്കനട്ട് ഓയിലിന്റെ കോസ്റ്റ്. മുഹ്സിന ഒരു സൈക്കിൾ ഉണ്ട്. മുഹ്സിനയുടെ കയ്യിൽ ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളിൽ മുഹ്സിന മേടിക്കാൻ പോവാണ്. കോക്കനട്ട് മേടിക്കാൻ പോയി. അങ്ങനെ കോക്കനട്ട് ഓയിൽ മേടിക്കാൻ പോയി. 100 കിലോ ഓയിൽ മുഹ്സിന അറ്റ് ₹100 10,000 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നു. 10,000 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് മുഹ്സിനയുടെ കടയിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ ആണോ? എക്സാമ്പിൾ ഓക്കെ ആണോ ഇതുവരെ? മുഹ്സിന 10,000 രൂപയ്ക്ക് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ മുഹ്സിനായും മുഹ്സിനയുടെ ഹസ്ബൻഡും ഹസ്ബൻഡും കൂടിയാണ് കട നടത്തുന്നത്. അങ്ങനെ മുഹ്സിന ഈ സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനാഗുറേഷൻ ആയപ്പോൾ പാവം മുഹ്സിന എല്ലാവർക്കും 100 രൂപയ്ക്ക് കിട്ടിയ വിലയ്ക്ക് തന്നെ, ഇനാഗുറൽ ഓഫറാണ്, കിട്ടിയ വിലയ്ക്ക് തന്നെ ഈ വെളിച്ചെണ്ണ വിൽക്കാൻ പോവാണ്. ഓരോ ലിറ്റർ വെളിച്ചെണ്ണ വിൽക്കുമ്പോഴും മുഹ്സിന ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ഇക്ക ഇതൊന്ന് എഴുതി വെക്കെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിപ്പിച്ച് 98 ലിറ്റർ അല്ലെങ്കിൽ 98 കിലോ വെളിച്ചെണ്ണ വിറ്റ് കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ തീർന്നുപോയി.
വെളിച്ചെണ്ണ തീർന്നുപോയി. അപ്പൊ മൂസിന നോക്കിയപ്പോൾ മൂസിന റിയലി ഷോക്ക്ഡായി. മൂസിനയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പോയിട്ടുണ്ട്? 200 rupees ലോസ് വന്നിട്ടുണ്ട് അല്ലെ? 200 rupees ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? മൂസിനാക്ക് 100 കിലോ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് എത്ര കിലോ വെളിച്ചെണ്ണയെ വിൽക്കാൻ പറ്റുള്ളൂ? 98 കിലോ വെളിച്ചെണ്ണയെ വിൽക്കാൻ പറ്റുള്ളൂ. 2 ലിറ്റർ ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? വീണ്ടും വരുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഈ എക്സാമ്പിൾ കണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോ 2 ലിറ്റർ വെളിച്ചെണ്ണ മൂസിനാക്ക് ലോസ് ഉണ്ട് അല്ലെ? അതായത് 200 രൂപയുടെ ലോസ് മൂസിനാക്ക് വന്നു. മൂസിന അന്തം വിട്ട് നിന്നു. അപ്പൊ മൂസിനയുടെ ഹസ്ബൻഡ് പറഞ്ഞു, മോളെ, ദിസ് ഈസ് കോൾഡ് നോർമൽ ലോസ്. ഇത് നോർമൽ ലോസ് ആണ്. ഇത് ഹാൻഡ്ലിങ്ങിൽ വരുന്ന ലോസ് ആണ്. നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് എടുത്തു കൊടുക്കുമ്പോൾ നമ്മളുടെ ഫണലിൽ പറ്റി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കുപ്പിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന എടുത്തു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ചാടി പോകുന്ന ഓരോ തുള്ളികൾ, ആ പല തുള്ളി പെരുവെള്ളമായാണ് 2 കിലോഗ്രാം നമുക്ക് ലോസ് വന്നത് എന്ന് മൂസിനയുടെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ദാറ്റ് ലോസ് ഈസ് നോർമൽ. ആ ലോസ് എന്താണ്? നോർമൽ ലോസ് ആണ്. എങ്ങനെ കഴിഞ്ഞാലും ആ ഒരു ലോസ് സംഭവിച്ചേക്കാം. എത്രമേൽ സൂക്ഷിച്ചു കഴിഞ്ഞാലും ആ ലോസ് സംഭവിച്ചേക്കാം. അപ്പോ ദാറ്റ് ലോസ് ഈസ് കോൾഡ് നോർമൽ ലോസ്. അങ്ങനെയുള്ള ലോസിനാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ നോർമൽ ലോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ നോർമൽ ലോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? മൂസിനയുടെ കയ്യിൽ നിന്ന് പൈസ പോകാതിരിക്കണമെങ്കിൽ, ലോസ് വരാതിരിക്കണമെങ്കിൽ മൂസിന ഈ കിട്ടിയ വെളിച്ചെണ്ണയെ ഏത് കോസ്റ്റിൽ വിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ കോസ്റ്റ് മൂസിനക്ക് എത്ര ആയിട്ടുണ്ട്? എത്രയാണ് ടോട്ടൽ കോസ്റ്റ് ആയത്? 10,000 ആണ്. ഡിവൈഡഡ് ബൈ നോർമൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നോർമൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി മൈനസ് നോർമൽ ലോസ്. അതായത് 100 കിലോഗ്രാം ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി, മൈനസ് നോർമൽ ലോസ് എത്രയാണ്? 98 കിലോഗ്രാം. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് 10,000 ഡിവൈഡഡ് ബൈ 98 എത്ര കിട്ടും? 10,000 ഡിവൈഡഡ് ബൈ 98 എത്ര കിട്ടും? 102.0408. ഓക്കെ ആണോ? സൗണ്ട് ഭയങ്കര സൗണ്ടാണ് നിങ്ങൾ കയറി വരുന്നത്. അതെ, ഓക്കെ. ഒരു 2 മിനിറ്റ് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വരാം കേട്ടോ. സെറ്റ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 7:20 ആവുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? ഞാനൊന്ന് എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എങ്ങോട്ട് പോകരുത്. കൂടി വേണം. എന്നാലാണ് ഇത് ഓക്കെ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ നിങ്ങൾക്ക്? സൗണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഓക്കെ ആണ്. ആദ്യത്തേതിനേക്കാൾ കംഫർട്ടായോ?
ഓക്കെ, അപ്പൊ പോയവരൊന്നും വരുമെന്ന് നോക്കാം. നമുക്ക് 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ എല്ലാവരും? യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ? നല്ല രീതിയിൽ വർക്ക് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ മുന്നിൽ ഇനിയും സമയം കിടക്കാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ 2.5 മന്ത്സ് നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ് ഫോർ എ CMA ഇന്റർ. CMA ഇന്ററിന് വളരെ ധാരാളമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കേസാണ്. ആൻഡ് നിങ്ങൾ അതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും കേട്ടോ. ഈ ഓവർ സ്ട്രെസ്സും ഓവർ ആയിട്ടുള്ള ടെൻഷനൊന്നും വേണ്ട. ഇതെല്ലാം ഇതിൻ്റെതായ വഴിക്ക് നടക്കും. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അടിക്കുമ്പോൾ അടുത്ത പരിപാടികൾ നോക്കുക. നിങ്ങൾക്ക് 5 കാര്യങ്ങളാണ്. ഓവറായിട്ട് നിങ്ങൾ സ്ട്രെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളാണ്. ഒന്ന് ഡിസ്കസ്, അതായത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ് സർക്കിൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ ക്ലോസ് സർക്കിളിന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലോസ് സർക്കിൾ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ക്ലോസ് സർക്കിൾ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് പഠിത്തം മാത്രമല്ലല്ലോ, സ്റ്റഡീസ് മാത്രമല്ലല്ലോ. നിങ്ങളും ഒരു സോഷ്യൽ അനിമലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീലിങ്സ് ഉള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളെ പ്രശ്നങ്ങളെ ഡിസ്കസ് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടാവുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഓവർ സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത് പറയുന്ന കാര്യം ഡിസ്ട്രസ്. നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഹോബീസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങളെ കുറച്ചു നേരം മാറ്റിവെക്കുക. നിങ്ങൾ കുറച്ചു നേരം മാറ്റിവെക്കുക. ഓക്കെ, അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിലീഫ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോബീസ് വേണം എന്നുള്ളതൊക്കെ പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. നിങ്ങൾക്ക് ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നിങ്ങളെ ആ സ്ട്രെസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഹോബീസിലേക്ക്, നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങൾ ചേർന്നിരിക്കുക. മൂന്നാമത് പറയുന്ന കാര്യം ഡിസ്റ്റന്റ്. നിങ്ങളെ അലട്ടുന്ന കുറച്ച് പേരുണ്ടാവും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന കുറച്ച് പേരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അത് എങ്ങനെയാവുക, അങ്ങനെയൊന്നും ജയിക്കില്ല എന്ന് പറയുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കേ പോവാതിരിക്കുക. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തുക. ഓക്കെ, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തുക. അടുത്തത് ഡ്രിങ്ക് വാട്ടർ, വെള്ളം നന്നായിട്ട് കുടിക്കുക. ആൻഡ് ഡു ബ്രീത്ത്. നല്ലവണ്ണം. നിങ്ങൾക്ക് ഓവറായിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ്, ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ എന്നത് നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിന്റെ മാറ്റം അനുഭവിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ സ്ട്രെസ് വളരെ വേഗത്തിൽ കുറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് ഡിസ്കസ്, നിങ്ങൾ സംവദിച്ചുകൊണ്ടിരിക്കുക കൂട്ടുകാരോട്. ഡിസ്ട്രസ്, നിങ്ങളുടെ ഹോബീസിലേക്ക് നിങ്ങൾ ചേർന്നിരിക്കുക. 3 ഡിസ്റ്റന്റ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചൊറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കുക, അകലം പാലിക്കുക. 4 ഡ്രിങ്ക് വാട്ടർ. 5 ഡു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഓക്കെ, ഇത് എല്ലാവരും വരാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് മാറ്റം അനുഭവിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വലുതാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാർ എല്ലാം നിങ്ങളുടെ കൺസേൺസ് ആയിരിക്കും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. ആൻഡ് നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഓൾസോ. അപ്പോൾ ആ കൺസേൺസിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് ഒക്കെ ഉണ്ടാവാം. ബട്ട് ബിയോണ്ട് ദാറ്റ്, ആ സ്ട്രെസ്സിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മൈൻഡ് പവറാണ്. ഇന്നർ ഫീലിങ്സ്, അല്ലെങ്കിൽ ഇന്നർ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഇന്നർ സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ ചേർന്നിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ കാര്യം നിങ്ങൾക്ക് വേണം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല 5 കാര്യങ്ങളാണ് ഡിസ്കസ്, ഡിസ്ട്രസ്, ഡിസ്റ്റന്റ്, ഡ്രിങ്ക് വാട്ടർ, ഡു ബ്രീത്ത്. 5 Ds എന്നാണ് നമ്മൾ ഇതിനെ പറയാ. ഓക്കെ,
അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ ഈ എക്സാമ്പിൾ ഒന്നുകൂടി പറയാം. നോർമൽ ലോസിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞതുകൊണ്ട് ആരൊക്കെയായിരുന്നു നമ്മുടെ ഇവിടെ? ഗായത്രി, മൂസിനായും അല്ലേ? ഗായത്രി രംഗപ്രവേശം ചെയ്തിട്ടില്ല. മൂസിനായാണ് ഇപ്പൊ രംഗപ്രവേശം ചെയ്തേക്കുന്നത്. മൂസിന. ഓക്കെ, മൂസിന സ്റ്റോഴ്സ്. അപ്പൊ നമുക്ക് നോക്കാം. മൂസിന സ്റ്റോഴ്സ് എന്ന് പറയുന്ന കടയുടെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് മൂസിന ഒരു ഓഫർ അനൗൺസ് ചെയ്തു. കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ കോസ്റ്റിൽ കൊടുക്കാനുള്ള ഒരു പരിപാടി ചെയ്തു. മൂസിന മാർക്കറ്റിൽ ചെന്നു 100 കിലോഗ്രാം ഓയിൽ 100 രൂപ പെർ കിലോഗ്രാം എന്നുള്ള രീതിയിൽ 10,000 റുപ്പീസിന് വാങ്ങിക്കൊണ്ടുവന്ന് കടയിൽ വെച്ചു. എന്നിട്ട് കടയില് മൂസിനയുടെ ഇക്കായും കൂടി കച്ചവടം ചെയ്തു, ട്രേഡ് ചെയ്തു. മൂസിന ഇക്കായടുത്ത് പറഞ്ഞു, ഇക്ക എഴുതി വെക്കണം വെളിച്ചെണ്ണ പോകുമ്പോൾ എന്നേ പറഞ്ഞു. അങ്ങനെ എഴുതി വെച്ച് അവർ വെളിച്ചെണ്ണ തീർന്നപ്പോൾ കൂട്ടി നോക്കിയപ്പോൾ 98 കിലോഗ്രാം വെളിച്ചെണ്ണയെ അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. 2 കിലോഗ്രാം ലോസ് വന്നു. അതായത് 200 രൂപയുടെ ലോസ് അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോ 10,000 രൂപയുടെ വെളിച്ചെണ്ണ വിറ്റപ്പോൾ അവർക്ക് കിട്ടിയത് 9,800 റുപ്പീസ് മാത്രമാണ്. അപ്പൊ 200 രൂപ ലോസ് വന്നിട്ടുണ്ട്. ആ 200 രൂപ എന്താണെന്ന് അന്തം വിട്ട് കുന്തം പോലെ നിന്ന മൂസിനയുടെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തു, മൂസിന ദിസ് ഈസ് കോൾഡ് ഹാൻഡ്ലിംഗ് ലോസ്. ഇതിനാണ് ഹാൻഡ്ലിംഗ് ലോസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ക്വയറ്റ് നോർമൽ. നീ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കാനൊന്നുമില്ല. ദിസ് ഈസ് ക്വയറ്റ് നോർമൽ. ഇത് നോർമൽ ആണ്. എന്നെ പോലെ CMA ഇന്റർ ഒക്കെ പഠിച്ച ആളുകൾക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ദിസ് ഈസ് കോൾഡ് നോർമൽ ലോസ് എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? എക്സാമ്പിൾ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോ ഈ നോർമൽ ലോസിനെ മൂസിന ഇക്കാലത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഇക്ക എങ്ങനെയാണ് നോർമൽ ലോസിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുക? എങ്ങനെ നമ്മൾ അക്കൗണ്ട് ചെയ്യും? അപ്പൊ മൂസിനക്ക് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. മൂസിന, നിനക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ട്? 10,000 രൂപ ചെലവായിട്ടില്ലേ? നിനക്ക് 10,000 രൂപ ചെലവായിട്ടില്ലേ? ടോട്ടൽ കോസ്റ്റ് ഇല്ലേ? 10,000 രൂപ ചെലവായിട്ടുണ്ട്. അത് നോർമൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്താണ് നോർമൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കിലോ വിൽക്കാൻ പറ്റും? അതായത് എത്ര കിലോ വിൽക്കാൻ പറ്റും? 98 കിലോ വിൽക്കാൻ പറ്റും. നോർമൽ ക്വാണ്ടിറ്റി കൊണ്ട് 98 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 102.0408 രൂപയ്ക്ക് ഇതിനെ കോസ്റ്റ് കിട്ടും. അതായത് നമ്മൾ 100 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയാലാണ് മൂസിന നമുക്ക് 98 ലിറ്റർ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 98 ലിറ്ററിന് വില കൂട്ടി വിൽക്കുക. 100 രൂപയ്ക്കല്ല വിൽക്കേണ്ടത്. അതിന്റെ മുകളിലുള്ള ഒരു വിലയ്ക്ക് നമ്മൾ വിറ്റ് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇതിന്റെ കോസ്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ മൂസിന പിറ്റേ ദിവസം മുതൽ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ 102.05 രൂപയ്ക്ക് വിറ്റു. 102.05 വിറ്റു. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, 0.5 രൂപയ്ക്ക് വിറ്റപ്പോൾ ഇൻറ്റു 98 ലിറ്ററേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര കിട്ടി? 10,000.9 റുപ്പീസ് കിട്ടി. മൂസിനയുടെ കയ്യിൽ നിന്ന് കാശ് പോയോ? ലോസ് വന്നോ ഇത്തവണ? രണ്ടാമത് വിറ്റപ്പോൾ ലോസ് വന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നോർമൽ ലോസ്. Normal loss should be form part of cost of inventory. അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. കോസ്റ്റ് പെർ യൂണിറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും നോർമൽ ലോസ്. പറഞ്ഞത് കത്തിയോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ അല്ലേ? ഇനി അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസിനയുടെ ഇക്കായും കൂടി തുടങ്ങിയ കട വലിയ കടയിൽ അപ്പോഴും അവർ വിൽക്കുന്നത് എന്തിൽ തന്നെയാണ്? കോസ്റ്റിൽ തന്നെയാണ്. കോക്കനട്ട് ഓയിൽ മാത്രം കോസ്റ്റിൽ തന്നെയാണ് വിൽക്കുന്നത് കേട്ടോ. അങ്ങനെ വലിയ കടയായപ്പോൾ അതിൽ കൂടെ ഒരു ദിവസം ഗായത്രി നടന്നു പോയപ്പോൾ ഗായത്രി ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോന്ന് ചോദിച്ചു.
ഞാൻ CMA ഇന്റർ ഒക്കെ കഴിഞ്ഞിട്ട് CMA ഇന്റർ ആർക്കൊന്നും ഇപ്പോൾ ഒരു ഡിമാൻഡും ഇല്ല, എന്തെങ്കിലും പണിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂസിന ചെന്നിട്ട് ഇക്കാലത്ത് പറഞ്ഞു, ഇക്കാക്ക നമുക്കൊരു ആളെ കിട്ടിയിട്ടുണ്ട്, നമുക്കിവിടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാൻ ഗായത്രീനെ അവിടെ നിർത്തിയിട്ട് ഇക്കാക്ക അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. അപ്പോ മൂസിന ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു ഗായത്രീനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ മൂസിന ആകെ ചോദിച്ച ചോദ്യം, നിനക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയുമായിരുന്നു? ഓക്കെ, സൈക്കിൾ ചവിട്ടാൻ അറിയുന്നു. ഗായത്രി പണി അത്യാവശ്യമായതുകൊണ്ട് സൈക്കിൾ ചവിട്ടാൻ അറിയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗായത്രിക്ക് ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ ചവിട്ടാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോ അങ്ങനെ ഗായത്രി സൈക്കിൾ ചവിട്ടാൻ അറിയാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മൂസിന ഗായത്രീനെ അവിടെ അപ്പോയിന്റ് ചെയ്തു. പിറ്റേ ദിവസം മുതൽ കോക്കനട്ട് ഓയിൽ മേടിക്കാൻ പോകുന്നത് ആരാണ്? ഗായത്രിയാണ്. ഓക്കെ ആണോ? ഗായത്രി കോക്കനട്ട് ഓയിൽ മേടിക്കാൻ പോയി. ₹100 കൊടുത്ത് 100 കിലോ വെളിച്ചെണ്ണ വാങ്ങി 10,000 രൂപ അവിടെ കൊടുത്തു അല്ലേ? 10,000 രൂപ കൊടുത്തു. ഓക്കെ അല്ലേ? കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോ 10,000 രൂപ കൊടുത്ത് 100 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങി. ഗായത്രി അവിടെ വരെ വേറെ ലഗേജ് ഒന്നും ഇല്ലാത്ത കാരണം എങ്ങനെയൊക്കെയോ സൈക്കിള് ഉന്തിയും തള്ളിയൊക്കെ പോയി. ഇവിടെ വന്നപ്പോ എന്താ പറ്റിയത്? താനം മേടിച്ചു കഴിഞ്ഞപ്പോ 2 ഹാൻഡിലേല് കുറച്ച് വെളിച്ചെണ്ണ തൂക്കിയിട്ടു, പുറയില് കുറച്ച് വെളിച്ചെണ്ണ വച്ചു. ഗായത്രിയുടെ ബാലൻസ് പോയി. ഗായത്രി മറിഞ്ഞടി. 30 ലിറ്റർ വെളിച്ചെണ്ണയുടെ ഒരു പാക്കറ്റ് പൊട്ടി റോട്ടിക്കൂടെ ഒഴുകി. ഓക്കെ, അബ്നോർമൽ ലോസ്. ഗായത്രീനെ പറഞ്ഞു വിടാതിരിക്കുമായിരുന്നുവെങ്കിൽ, അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാതെ ഇരുന്നുവെങ്കിൽ ആ ലോസ് വരില്ലായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് അബ്നോർമൽ ലോസ്. ഓക്കെ ആണോ? അപ്പോ ഗായത്രീനെ പറഞ്ഞു വിടാതിരിക്കുമായിരുന്നെങ്കിൽ ആ ലോസ് വരില്ലായിരുന്നല്ലോ. അത്രയും വരെ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോ 30 ലിറ്റർ വെളിച്ചെണ്ണ പോയി. മൊത്തം 100 ലിറ്റർ ആണ് വെളിച്ചെണ്ണ. 100 ലിറ്റർ ആണ് വെളിച്ചെണ്ണ. ആ 100 ലിറ്ററിൽ 2 ലിറ്റർ ഹാൻഡ്ലിംഗ് ലോസ് പോവും, നോർമൽ ലോസ് പോവും. 98 ലിറ്ററെ ആകെ വിൽക്കാൻ കിട്ടുള്ളൂ അല്ലെ? അതിൽ നിന്ന് എത്ര ലിറ്റർ കൂടി പോയി? 30 ലിറ്റർ കൂടി പോയി. ബാക്കി എത്ര ലിറ്ററെ വിൽക്കാൻ കിട്ടുള്ളൂ? 68 ലിറ്ററെ വിൽക്കാൻ കിട്ടുള്ളൂ. നമ്മൾ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തത് പ്രകാരമാണെങ്കിൽ 10,000 രൂപ വിലയുള്ള വെളിച്ചെണ്ണ 68 രൂപയ്ക്ക് നമ്മൾ വിൽക്കാൻ നോക്കി. 10,000 രൂപ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, ആകെ 68 ലിറ്ററേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ബൈ 68. അപ്പൊ എത്ര രൂപയ്ക്ക് വിൽക്കണം? 147 രൂപയ്ക്ക് ഈ വെളിച്ചെണ്ണ വിറ്റ് കഴിഞ്ഞാലേ കോസ്റ്റ് മീറ്റ് ചെയ്യുള്ളൂ അല്ലെ? പക്ഷെ അതിന്റെ തലേ ദിവസം വരെ 102 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ ഞാൻ വേഗം ചെന്നിട്ട് പറയാണ്, ഗായത്രി മറിച്ചടിച്ചു കളഞ്ഞു, എനിക്ക് 147 രൂപയ്ക്ക് 147 രൂപ തന്നാലേ 1 ലിറ്റർ വെളിച്ചെണ്ണ തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കച്ചവടം നിൽക്കും അല്ലെ? പിന്നെ ആരെങ്കിലും വരുമോ ഇവിടെ? ഇല്ല, പിന്നെ ആരും വരില്ല. പിന്നെ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു എൻഹാൻസ്മെന്റിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കുള്ള ഒരു ക്രെഡിബിലിറ്റി പോവും നമ്മുടെ 102 നിന്ന് 147 ആവുമ്പോൾ. ഓക്കെ, ഈ ഒറ്റ തവണത്തേക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ ഈ ലോസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഏത് ലോസിനെ? അബ്നോർമൽ ലോസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അബ്നോർമൽ ലോസ് ഒന്നും നമ്മളുടെ കോസ്റ്റിൽ കൂട്ടി കാണിക്കാൻ പറ്റില്ല. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ എത്ര തന്നെയായിരിക്കും? 10,000 ഡിവൈഡഡ് ബൈ 98, 102.0408 തന്നെയായിരിക്കും കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? അബ്നോർമൽ ലോസിനെ നമ്മൾ സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യണം. എങ്ങനെ ട്രീറ്റ് ചെയ്യണം? അബ്നോർമൽ ലോസ് എത്ര ലിറ്റർ സംഭവിച്ചിട്ടുണ്ട്? 30 ലിറ്റർ സംഭവിച്ചിട്ടുണ്ട്. അതിന് 102.0408 നോക്കുമ്പോൾ എത്ര രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് പോയി എന്നും നോക്കാം. 30 × 102.0408 3061.224.
രൂപ പോയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇത് അബ്നോർമൽ ലോസിനെ നമ്മൾ അങ്ങനെ തന്നെ വാല്യൂ ചെയ്ത് വെക്കണം. എന്നിട്ട് അത് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണോ നമ്മളുടെ P&L അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിനെ നിർത്തിയേക്കാം. അതിനെന്തെങ്കിലും തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ P&L കാണിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അബ്നോർമൽ ലോസ് ഷുഡ് നോട്ട് ബി ഫോം പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ അത് ഫോം പാർട്ട് ആവില്ല. എങ്ങനെയാണോ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണോ വാല്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ അബ്നോർമൽ ലോസിനെ വാല്യൂ ചെയ്ത് അതിന്റെ ഫിഗർ ആക്കി വച്ചേക്കാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ട്? സ്ക്രീൻ നിങ്ങൾ കാണുന്നില്ലേ? സ്ക്രീൻ ആരാണ് സ്ക്രീൻ കാണുന്നുള്ളത് ചോദിച്ചേ? അമാന കാണുന്നില്ലേ? അമാന അബ്നോർമൽ ലോസ് അല്ലെ? അബ്നോർമൽ ലോസ് പറയാൻ കുഴപ്പമില്ല. അബ്നോർമൽ ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പറയാം. ഒന്നുകൂടി ഒരാൾ പറഞ്ഞത് കൊണ്ട് ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോ മൂസിന വലിയ ആളായി. മൂസിന ഗായത്രിനെ പണിക്ക് വെച്ചു. ഗായത്രിയുടെ അടുത്ത് ആകെ ചോദിച്ച ചോദ്യം സൈക്കിൾ ചവിട്ടാൻ അറിയാമോ എന്നായിരുന്നു. ഗായത്രി ആ ജോലി കിട്ടാൻ വേണ്ടി സൈക്കിൾ ചവിട്ടാൻ അറിയാമെന്ന് നുണ പറഞ്ഞു. ഗായത്രി ഉന്തിയും തള്ളിയൊക്കെ സൈക്കിളും കൊണ്ട് മാർക്കറ്റ് വരെ പോയി. മാർക്കറ്റിൽ ചെന്ന് 100 ലിറ്റർ വെളിച്ചെണ്ണ 100 രൂപയ്ക്ക് മേടിച്ചു. 10,000 രൂപയായി. തിരിച്ചു വരുന്ന വഴിക്ക് ലഗേജ് ഉണ്ടായിരുന്നു. പുറയിൽ കുറച്ച് സാധനം, ഫ്രണ്ടില് 2 ഹാൻഡിലേൽ കുറച്ച് ഓയിൽ തൂക്കിയിട്ടു. അങ്ങനെയാണ് ഗായത്രി ചുമന്നുകൊണ്ട് വന്ന വഴിക്ക് ഏതോ കട്ടറി ചാടി ഗായത്രിയുടെ 30 ലിറ്റർ വെളിച്ചെണ്ണ മൂസിനെ വാങ്ങാൻ പറഞ്ഞിട്ട് 30 ലിറ്റർ വെളിച്ചെണ്ണ ചാടിപ്പോയി, റോട്ടിൽ ചാടിപ്പോയി. പിന്നെ വെളിച്ചെണ്ണ എടുക്കാൻ പറ്റില്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 100 ലിറ്റർ വെളിച്ചെണ്ണ 2 ലിറ്റർ നോർമൽ ലോസ് ഓൾറെഡി വരും. 98 ലിറ്റർ ആകെ വിൽക്കാൻ കിട്ടുള്ളൂ. ഓക്കെ, അതിൽ 30 ലിറ്റർ കൂടി ചാടിപ്പോയി എന്ന് പറയുമ്പോൾ മൊത്തം ഇനി എത്ര ലിറ്ററേ വിൽക്കാൻ കിട്ടുള്ളൂ? 68 ലിറ്ററേ വിൽക്കാൻ കിട്ടുള്ളൂ. അപ്പോ 10,000 രൂപ കോസ്റ്റ് ഉണ്ട്, 68 ലിറ്റർ ആണ് ആകെ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോൾ 147 രൂപ ഒരു ലിറ്ററിന് വരികയാണ്. നമ്മൾ 147 രൂപയ്ക്ക് മൂസിനെ വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അന്ന് വരെ കടയിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ വരില്ലാതെയാവും. 102 നിന്ന് 147 പോയി. അപ്പൊ ആ ലോസിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അബ്നോർമൽ ലോസിനെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അബ്നോർമൽ ലോസിനെ കോസ്റ്റിന്റെ പാർട്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഓക്കെ, അബ്നോർമൽ ലോസ് ഷുഡ് നോട്ട് ബി ഫോം പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയുടെ ഭാഗമാകില്ല. നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോൾ എത്ര തന്നെ കാണുള്ളൂ? 10,000 ഡിവൈഡഡ് ബൈ 28, 102.0408 തന്നെ കാണുള്ളൂ. എന്നിട്ട് നമ്മൾ അബ്നോർമൽ ലോസിന്റെ വാല്യുവേഷൻ ഇടും. അബ്നോർമൽ ലോസ് 30 ലിറ്റർ ആണ് അല്ലെങ്കിൽ 30 കിലോഗ്രാം ആണ്. എത്ര രൂപയാണ് കോസ്റ്റ് പെർ യൂണിറ്റ്? 102.0408 ആണ്. അതായത് 3061, 3061.224 ആണ് അബ്നോർമൽ ലോസിന്റെ വാല്യൂ. അബ്നോർമൽ ലോസ് വാല്യൂ ചെയ്യുന്നത് വാല്യുവേഷൻ ആസ് സെയിം ആസ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് അബ്നോർമൽ ലോസ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. ഓക്കെ ആണോ നവ്യ? ഓക്കെ ആണോ നവ്യ? ഓക്കെ, അപ്പോ അബ്നോർമൽ ലോസ് നമ്മൾ വാല്യൂ ചെയ്ത് മാറ്റി വെച്ചേക്കാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയേക്കാം. നോർമൽ ലോസും അബ്നോർമൽ ലോസും എന്തൊക്കെ ഇവിടെ പറയുന്നുണ്ടെന്ന് നോക്കാം. നോർമൽ ലോസ്, ഇറ്റ് ഈസ് എ ലോസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. എക്സാമ്പിൾ, നോർമൽ വേസ്റ്റേജ് ലൈക്ക് ലോസ് ഓഫ് പെട്രോൾ ഡ്യൂ ടു ഇവാപറേഷൻ. പെട്രോൾ ചെറുതായിട്ട് ഇവാപറേറ്റ് ചെയ്തു പോകും. ലോസ് ഓഫ് സം പെരിഷബിൾ ഐറ്റംസ്, നമുക്ക് ബേക്കറി ആണെങ്കിൽ കുറച്ച് പപ്സും ഇതൊക്കെ ബാലൻസ് വരും, ചെറിയ എമൗണ്ട്. അത് നമ്മൾ നോർമൽ ആണ്, മൊത്തം വിറ്റ് ചേർക്കണം എന്ന് വെച്ചാൽ നടക്കില്ല. നോർമൽ ലോസ് ഷുഡ് ബി ഫോം പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ്. ഇൻവെന്ററിയുടെ കോസ്റ്റിൽ നോർമൽ ലോസ് ഫോം പാർട്ടാണ്. അപ്പോ നോർമൽ ക്വാണ്ടിറ്റി, അപ്പൊ നോർമൽ ലോസ് കാണണമെങ്കിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കാണണമെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ക്വാണ്ടിറ്റി എന്നാണ് ഇക്വേഷൻ. നോർമൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി
മൈനസ് നോർമൽ ലോസ്. ടോട്ടൽ ക്വാണ്ടിറ്റി മൈനസ് നോർമൽ ലോസ് ആണ്. ഓക്കെ, ടോട്ടൽ ക്വാണ്ടിറ്റി മൈനസ് നോർമൽ ലോസ്. നമ്മളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 മൈനസ് 2 98 ആണ് നോർമൽ ക്വാണ്ടിറ്റി. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ഡിവൈഡഡ് ബൈ 98 is equal to 102.0408. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി നോർമൽ ലോസിൽ എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് നമുക്ക് ബേക്കറിയാണ്, മുട്ട പ്രശ്നമാണ് നമ്മൾ വിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 100 എണ്ണം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 100 എണ്ണം നമ്മൾ എടുക്കുമ്പോൾ അതിൽ 2 എണ്ണം വിറ്റുപോവില്ല, നോർമൽ ലോസ് ആണത്. 2 എണ്ണം വിറ്റുപോവില്ല, നോർമൽ ലോസ് ആണെന്ന് വിചാരിക്കാം. അതിന്റെ ഉള്ളിലിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, ഈ മുട്ട രണ്ടാമത് നമ്മൾ ഇതിന് 10 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് വില. അപ്പൊ 1000 രൂപ നമുക്ക് മുടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 1000 രൂപ നമുക്ക് മുടക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 1000 രൂപയാണ്. ഓക്കെ അല്ലേ? 2 എണ്ണം വിറ്റുപോയിട്ടില്ലല്ലോ, എന്നാലും നമ്മളുടെ കോസ്റ്റിന് മാറ്റം വരില്ലല്ലോ. പക്ഷെ ഈ 2 എണ്ണം വിറ്റുപോകാത്ത 2 എണ്ണത്തിന്റെ ഉള്ളിലിരിക്കുന്ന മുട്ട വിറ്റ് കഴിഞ്ഞാൽ 3 രൂപ വെച്ച് കിട്ടും എന്ന് വിചാരിക്കാം. അപ്പൊ 2 എണ്ണത്തിന് എത്ര രൂപ കിട്ടും? സ്ക്രാപ്പ് വാല്യൂ 6 രൂപ കിട്ടും. അപ്പൊ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഒരു 6 രൂപയ്ക്ക് ഒരു സമാധാനം കിട്ടി അല്ലെ? ഡിവൈഡഡ് ബൈ നോർമൽ ക്വാണ്ടിറ്റി എത്രയാണ്? 98. അപ്പൊ എത്ര കിട്ടും? 1000 മൈനസ് 6 ഡിവൈഡഡ് ബൈ 98 എത്ര കിട്ടും? 994 ഡിവൈഡഡ് ബൈ 98 10.14. ഇനി സ്ക്രാപ്പ് വാല്യൂ ഇല്ലായിരുന്നെങ്കിലോ, മുട്ട വിറ്റ് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ലായിരുന്നുവെങ്കിൽ 1000 ബൈ 98 എത്രയായിരുന്നു? 10.204 കിട്ടുമായിരുന്നു. അപ്പോ സ്ക്രാപ്പ് വാല്യൂ കിട്ടിയത് കൊണ്ട് ഇതിൽ നിന്നൊരു ചെറിയ 0.06ന്റെ മാറ്റം വന്നു. 0.06ന്റെ മാറ്റം വന്നു. നിങ്ങൾക്ക് കഥ മനസ്സിലായോ? എല്ലാവർക്കും യെസ്? ഓക്കെ അല്ലേ? Abnormal loss. It is a loss which is abnormal or can be controlled. Okay, ഗായത്രീനെ വിടാതെ അവര് തന്നെ, മൂസിനെ തന്നെ സൈക്കിളും ചവിട്ടി പോവുമായിരുന്നെങ്കിൽ ആ 30 ലിറ്റർ ചാടി പോവില്ലായിരുന്നു, അല്ലെങ്കിൽ 30 കിലോഗ്രാം ചാടി പോവില്ലായിരുന്നു അല്ലെ? അപ്പോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലോസ് ആയിരുന്നു. എക്സാമ്പിൾ, ലോസ് ഡ്യൂ ടു ഫയർ, തെഫ്റ്റ്, ബാഡ് പാക്കേജിംഗ് എക്സെട്ര. ഓക്കെ, ഇതുപോലെയുള്ള ലോസ്. ഓക്കെ, ദിസ് cannot be form part of cost of inventory, and it would not affect the normal profit. ഇത് നോർമൽ പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യൊന്നുമില്ല. ഓക്കെ, ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് സെയിം ആസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? Are you okay with it? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. രാജാ മിൽസ് ഓഫ് അഹമ്മദാബാദ് send 50 pieces of shirting to Fancy Stores Delhi on consignment basis. Consignees are entitled to receive 5% commission plus expenses. The cost to Raja Mills is 35 per piece and spend 250 for packaging and forwarding. Fancy Stores Delhi pay the following expenses: railway freight 100, പിന്നെ godown cost 50. Raja Mill on the consignee draft for 1,000 rupees, which is duly accepted. It is discounted with the bank for 970 later. The Fancy Stores Delhi has sold 90% of the consignment. Find the value of consignment stock. സ്റ്റോക്കിന്റെ വാല്യൂ കാണണം. നമുക്ക് നോക്കാം എങ്ങനെ കാണും. 50 പീസ് ഓഫ് ഷർട്ടിങ്സ് എത്ര രൂപയ്ക്കാണ് കൊടുത്തത്? 35 രൂപയ്ക്കാണ് കൊടുത്തത് അല്ലെ? അതിൽ അയാൾ എത്ര ക്വാണ്ടിറ്റി വിറ്റു എന്നാ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 50 into 35 എത്രയാണ്? 50 into 35 1750 ആണ്. ഓക്കെ ആണോ? ഇതിന്റെ 90% അയാള് വിറ്റിട്ടുണ്ട്. 90% അയാള് വിറ്റിട്ടുണ്ട്. 0.9
1575 അയാൾ വിറ്റിട്ടുണ്ട്. 1575 അയാൾ വിറ്റിട്ടുണ്ട്. ഓക്കെ ആണോ? 1575 അയാൾ വിറ്റിട്ടുണ്ട്. ബാലൻസ് സ്റ്റോക്ക് ഇരിക്കുന്നത് 10% ആണ്. ബാലൻസ് സ്റ്റോക്ക് ഇരിക്കുന്നത് എത്രയാണ്? 10% ആണ്. 10% ആണ്. അതായത് 50 പീസിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഒന്നുകൂടി പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടോട്ടൽ രാജാമില്ലും ഫാൻസി സ്റ്റോഴ്സും, രാജാമിൽ ഫാൻസി സ്റ്റോഴ്സ്, രാജാമില്ല് കൺസൈനർ, ഫാൻസി സ്റ്റോഴ്സ് കൺസൈനി. ഓക്കെ, രണ്ടുപേരാണ്. ഇയാള് 50 പീസ് 35 രൂപയ്ക്ക് കൊടുത്തു. ആ PDF ഇപ്പൊ വേണം. PDF ഞാൻ കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്യാൻ പോരെ? അപ്പോ രാജാമില്ല് കൺസൈനിക്ക് 35 രൂപയ്ക്ക് 50 പീസ് കൊടുത്തു. അതിന് 250 രൂപ പാക്കിങ്ങിന് മുടക്കായിട്ടുണ്ട്. 50 പീസിന് 250 രൂപ മുടക്കായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കാണണം? കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 50 × 35 പ്ലസ് 250 പാക്കിങ്ങിന് മുടക്കിയിരിക്കുന്ന പൈസയാണ് 250. അപ്പൊ നമുക്ക് നോക്കാം. 50 × 35 പ്ലസ് 250 2000 ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ക്വാണ്ടിറ്റി എത്ര തന്നെയാണ്? ഇവിടെ ലോസ് ഒന്നുമില്ല. അപ്പൊ നോർമൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 50 തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. 2000 ഡിവൈഡഡ് ബൈ 50, 40 രൂപ പെർ ഷർട്ട് കോസ്റ്റ് ആയിട്ടുണ്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണോ? 50 ഷർട്ടിൽ 90% സോൾഡ് ചെയ്തു. അപ്പോ 10% സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. സ്റ്റോക്ക് എത്രയാണ്? 50 × 10 എത്രയാണ്? 5 ഷർട്ട് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഓക്കെ ആണോ? 5 × 40 200 ആണ്. എന്ത്? ഷർട്ടിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വില. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. യൂണിറ്റ് 10,000 കോസ്റ്റിംഗ് ₹20 including transportation are in consignment business. ഓക്കെ, റെയിൽവേ ഫ്രൈറ്റ് കൂടി വരും കേട്ടോ. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. പ്ലസ് 100 രൂപ കൂടി വരും. അപ്പൊ 40 അല്ല 42 റുപ്പീസ് ആണ്. 42 × 500. ഓക്കെ അല്ലേ? നോക്കി, 42 × 5 210 വരും കേട്ടോ. റെയിൽവേ ഫ്രൈറ്റ് കൂടി, എക്സ്ട്രീംലി സോറി, ഞാനത് ശ്രദ്ധിച്ചില്ല. 100 രൂപ റെയിൽവേ ഫ്രൈറ്റ് കൂടി വരും. കൺസൈനറുടെ കയ്യിൽ നിന്ന് കൺസൈനിയുടെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള എക്സ്പെൻസ്. റെയിൽവേ ഫ്രൈറ്റ് എന്താണ്? കൺസൈനിയുടെ കയ്യിൽ എത്തുന്നത് വരെ മുമ്പുള്ള എക്സ്പെൻസ് ആണ്. അത് കൺസൈനി കൊടുത്താൽ തരും. സോ അതുകൂടി കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയുടെ പാർട്ട് ആവും. അറിയൂ? ഓക്കെ, ക്ലാരിഫൈഡ് ആണോ? ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഈ ക്വസ്റ്റ്യൻ വേഗം വായിച്ചു പോകുമ്പോഴും. അടുത്തത് 10,000 യൂണിറ്റ് കോസ്റ്റിംഗ് 20 including transportation are in consignment business. Consignee sold 8,000 units and 175 units are in stock. 1750 units are in stock. Loss is normal loss. Okay. അപ്പോ ഇവിടെ സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇഫ് സ്റ്റോക്ക് ഹാസ് നോ സ്ക്രാപ്പ് വാല്യൂ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ഹാസ് ഇഫ് കോസ്റ്റ് യൂണിറ്റ് ഹാസ് നോ സ്ക്രാപ്പ് വാല്യൂ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 5 രൂപ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് നോക്കാം. ടോട്ടൽ എത്ര യൂണിറ്റ്സ് ആണ് സെൻഡ് ചെയ്തത് എന്ന് നോക്കണം. 10,000 യൂണിറ്റ്സ് ആണ് സെൻഡ് ചെയ്തത്. ഓക്കെ ആണോ? 10,000 യൂണിറ്റ്സ് ആണ് സെൻഡ് ചെയ്തത്. അറിയോ? ഓക്കെ ആണോ? അതിൽ 8,000 യൂണിറ്റ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്.
8,000 യൂണിറ്റ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് എത്ര കാണണം? 2,000 യൂണിറ്റ്സ് സ്റ്റോക്കിൽ കാണണം. 2,000 യൂണിറ്റ്സ് ബാലൻസ് കാണണം. വേണ്ടേ? വേണ്ടേ? അതിൽ ബാലൻസ് ഉള്ളത് എത്രയേ ഉള്ളൂ? 1750 യൂണിറ്റ്സേ ഉള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയേ ഉള്ളൂ? 1750 ഉള്ളൂ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ 250 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ലോസ് ആയിട്ടുണ്ട്. ആൻഡ് ആ ലോസ് നോർമൽ ലോസ് ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോ നമുക്ക് ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം, ക്ലോസിംഗ് സ്റ്റോക്കും കാണണം. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കാണേണ്ടത്. കോസ്റ്റ് പെർ യൂണിറ്റും കാണണം, ക്ലോസിംഗ് സ്റ്റോക്കും കാണണം. അപ്പോ ഒന്നാമത്തെ കേസിൽ ലോസ്റ്റ് ആയ യൂണിറ്റിന് സ്ക്രാപ്പ് വാല്യൂ ഒന്നുമില്ല എന്ന് അസ്യൂം ചെയ്യുന്ന കേസിൽ നമുക്ക് ആദ്യം കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കാണാം. എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ്? ടോട്ടൽ കോസ്റ്റ് 10,000 into 20. 10,000 into 20 എത്ര കിട്ടും? 10,000 into 20 സ്ക്രാപ്പ് വാല്യൂ ഒന്നുമില്ല, 0. ഡിവൈഡഡ് ബൈ നോർമൽ ക്വാണ്ടിറ്റി എത്രയാണ്? 10,000 മൈനസ് 250 9750 ഡിവൈഡഡ് ബൈ 9750 എത്ര കിട്ടും നോക്കി? 20.5128 കിട്ടിയോ നിങ്ങൾക്ക് കോസ്റ്റ് പെർ യൂണിറ്റ്? അപ്പോ നിങ്ങൾ ഇനി ഡെസിമൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നിങ്ങൾ 4 ഡിജിറ്റ് ഡെസിമൽ എടുത്തോളാം. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളുടെ ആൻസർ കുറച്ചുകൂടി അക്യുറേറ്റ് ആവും കേട്ടോ. 4 ഡിജിറ്റ് ഡെസിമൽ എടുത്ത് നിങ്ങൾ പഠിക്കുക, അപ്പൊ ആൻസർ കുറച്ചുകൂടി അക്യുറേറ്റ് ആവും. അപ്പൊ 20.51 എത്ര യൂണിറ്റ്സ് സ്റ്റോക്ക് ഉണ്ടെന്നാ പറഞ്ഞത്? 1750 അല്ലെ? വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1750 into 20.5128. ഓക്കെ, 1750 into 20.5128 35,897.4 നിങ്ങൾക്ക് കിട്ടിയോ? ക്ലോസിംഗ് സ്റ്റോക്ക് യൂണിറ്റ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയുണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ? 1750 ഉണ്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയുണ്ട്? 20.5128 ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്തത് ഇഫ് സ്ക്രാപ്പ് വാല്യൂ ഈസ് 5 പെർ യൂണിറ്റ്, rupees 5 പെർ യൂണിറ്റ്. നമുക്ക് നോക്കാം ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണമെങ്കിൽ 10,000 into 20 ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ 250 into 5 അല്ലെ? 250 യൂണിറ്റ് നോർമൽ ലോസ് ഉണ്ട്. അതിന് എത്ര രൂപ വെച്ച് കിട്ടും? 5 രൂപ സ്ക്രാപ്പ് വാല്യൂ വെച്ച് കിട്ടും. ഡിവൈഡഡ് ബൈ നോർമൽ ക്വാണ്ടിറ്റി എത്രയാണ്? 9750 ആണ്. ഓക്കെ, അപ്പോ എങ്ങനെയാണ്? 10,000 into 20 minus 1250 divided by 9750 20.3846 കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയോ? ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കാണും? 20.3846 into 1750 യൂണിറ്റ്സ് 20.3846 into 1750 35,673.05 കിട്ടിയോ? അറിയോ? ഓക്കെ ആണ്. എല്ലാവരും ഓക്കെ അല്ലേ?
ഇത് ഓക്കെ അല്ലേ? ഓക്കെ. സോ അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്, ഇത് ഓക്കെ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല, ഓക്കെ അല്ലേ? അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് റുപ്പീസ് 10,000 യൂണിറ്റ് കോസ്റ്റിംഗ് റുപ്പീസ് 50 each. Abnormal loss due to accident is 1,000 units. Sold by the consignee is 7,000 units. 7,000 units. Okay ആണോ? Okay ആണോ? Find the value of abnormal lossum closing stockum. If scrap value is nil, scrap value is rupees 10 per unit. Simple ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ്? 10,000 യൂണിറ്റ് സെൻഡ് ചെയ്തു, അത് 7,000 യൂണിറ്റ് സോൾഡ് ചെയ്തു, ബാലൻസ് 3,000 കാണണം. അതിൽ 1,000 യൂണിറ്റ് അബ്നോർമൽ ലോസ് ആയിട്ടുണ്ട്. ബാക്കി 2,000 യൂണിറ്റ്സ് എവിടെ ഉണ്ടാവണം? ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവണം. ഓക്കെ, 2,000 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ് എത്ര കിട്ടി? 2,000 കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ്, ആദ്യത്തെ കേസിൽ സ്ക്രാപ്പ് വാല്യൂ നില്ലാണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കാണാം. കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 10,000 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 10,000 എത്ര തന്നെ കിട്ടും? 50 തന്നെ കിട്ടും. 50 തന്നെ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോ അബ്നോർമൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 2,000 ഇൻറ്റു 50 എത്ര കിട്ടും? 1 lakh കിട്ടും. 1 lakh കിട്ടും. ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh കിട്ടും. ഓക്കെ. ഇനി അബ്നോർമൽ ലോസ് എത്ര കിട്ടും? 1,000 ഇൻറ്റു 50,000 കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കിടക്കുന്നു. കോസ്റ്റിംഗ് 50 each. എനിക്ക് മനസ്സിലായില്ല. ഷംന എന്താണെന്ന് പറയാവോ? എടാ എല്ലാവരും ഓക്കെ ആണോ? 10,000 into 50 divided by 1,000 ചെയ്യുമ്പോൾ 500 അല്ലേ കിട്ടുന്നത്? 10,000 ആണ്. സോറി, ടോട്ടൽ യൂണിറ്റ്സ് 10,000 അല്ലേ? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ക്വാണ്ടിറ്റി. നോർമൽ ക്വാണ്ടിറ്റി എത്രയാണ്? 10,000 തന്നെയല്ലേ? നോർമൽ ലോസ് ഇല്ലാത്തപ്പോൾ പിന്നെ നോർമൽ ക്വാണ്ടിറ്റി ടോട്ടൽ ക്വാണ്ടിറ്റി തന്നെയല്ലേ? ഓക്കെ. അപ്പോ 2,000 ഇൻറ്റു ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്? ക്വാണ്ടിറ്റി 2,000 ഉണ്ട്, 50 ആണ് യൂണിറ്റ്, 1 lakh കിട്ടി. ഇനി അബ്നോർമൽ ലോസ് എത്രയാണ്? 1,000 യൂണിറ്റ് ഉണ്ട്, 50 ആണ് റേറ്റ്, 5,000 കിട്ടി. ഓക്കെ ആണോ? അല്ല, 50,000 കിട്ടി. ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത നോക്കാം. If scrap value is 10 per unit, scrap value 10 per unit ആണ് എങ്കിൽ, സ്ക്രാപ്പ് വാല്യൂ 10 per unit ഉണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. രണ്ടാമത്തത് സ്ക്രാപ്പ് വാല്യൂ 10 per unit. നമുക്ക് നമ്മളുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 10,000 ഇൻറ്റു 50 തന്നെയാണ്. നോർമൽ ക്വാണ്ടിറ്റി എത്ര തന്നെയാണ്? 10,000 തന്നെയാണ്. നോർമൽ ലോസ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50 തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര കിട്ടും? 50 കിട്ടും. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 2,000 ഇൻറ്റു 50 എത്രയാണ്? 1 lakh കിട്ടും. 1 lakh കിട്ടും ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി അബ്നോർമൽ ലോസിലേക്ക് വരുമ്പോഴാണ്, അബ്നോർമൽ ലോസ് എത്രയാണ്? നമുക്കറിയാം 1,000-ന് 50 വെച്ച് ലോസ് ആയിട്ടുണ്ട്. മൈനസ് സ്ക്രാപ്പ് വാല്യൂ കിട്ടും ആ 1,000-ന്, 1,000 ഇൻറ്റു 10. ഓക്കെ, നമുക്ക് നോക്കാം. 50,000 മൈനസ്
10,000 is equal to 40,000. Abnormal loss എത്രയാ വന്നിരിക്കുന്നത്? 40,000 ആണ്. ആർ യു ഓക്കെ? ഓക്കെ ആണോ? നിങ്ങളൊന്ന് ചെയ്തു നോക്കി. ഓക്കെ ആണോ? ആർ യു ഓക്കെ വിത്ത് ഇറ്റ്? ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വെയിറ്റിംഗ്. എല്ലാവരും ചെയ്യുവാണോ? യെസ്. ചെയ്ത് തീരാത്ത എത്ര പേരുണ്ട്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോർമൽ ലോസും അബ്നോർമൽ ലോസും കൂടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഗുഡ്സ് ആൻഡ് കൺസൈൻമെന്റ് 10,000 യൂണിറ്റ്സ് at ₹50. Abnormal loss due to accident is 600 units. 4% of the total unit is normal loss. Sold by the consignee 7,000 units. Value abnormal loss and closing stock if 1 scrap value is nil, 2 scrap value is 10 per unit. Okay. ആദ്യം scrap value is nil. നമുക്ക് ആദ്യം കാണാം. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാണണം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. 10,000 യൂണിറ്റ്സ് ആണ് സെൻഡ് ചെയ്തത്. അതിൽ 7,000 യൂണിറ്റ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബാലൻസ് 3,000 യൂണിറ്റ്സ് കാണണം. ഇനി ഇതിൽ നോർമൽ ലോസ് വരും. ഈ 10,000ന്റെ 4% നോർമൽ ലോസ് ആണ്. അതായത് 400 നോർമൽ ലോസ് വന്നേക്കാം. എന്നാലും 2,600 വരണം. 600 എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബാലൻസ് അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ടാവും? 2,000 ഉണ്ടാവും. ഓക്കെ ആണോ? എല്ലാവരും 10,000 സ്റ്റോക്ക് 10,000 അയച്ചിട്ടുണ്ട്. അതിൽ 7,000 സോൾഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് 3,000 ഉണ്ടാവണം. ആ 3,000ൽ 4% ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി 400 നോർമൽ ലോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് 2,600 ഉണ്ടാവണം. ആ 2,600ൽ 600 അബ്നോർമൽ ലോസ് ആണെന്ന് ക്വസ്റ്റ്യൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഉള്ളത് ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് നോക്കാം. 10,000 into 50 ഡിവൈഡഡ് ബൈ നോർമൽ ക്വാണ്ടിറ്റി ഇവിടെ കാണണം. നോർമൽ ക്വാണ്ടിറ്റി എത്രയാണ്? 10,000 മൈനസ് 400 എത്രയാണ്? 9,600 ആണ്. 9,600 ആണ്. ഓക്കെ അല്ലേ? എത്ര കിട്ടും നോക്കി. by 9,600 52.0833 കിട്ടിയോ? കിട്ടി. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ കാണും? എത്ര യൂണിറ്റ് ഉണ്ട്? 20,000 യൂണിറ്റ് അല്ല 2,000 യൂണിറ്റ് ഉണ്ട്. 2,000 യൂണിറ്റ് ഉണ്ട് ഇൻറ്റു 52.0833 എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? 2,000 ഇൻറ്റു 52.0833 104,166.6 ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടിയില്ലേ? ഇനി അബ്നോർമൽ ലോസ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? 600 ക്വാണ്ടിറ്റി ഉണ്ട്. എത്രയാണ് കോസ്റ്റ് പെർ യൂണിറ്റ്? 0.833. $31,249.98 അല്ലെങ്കിൽ 250 എന്ന് എഴുതാം. ഓക്കെ ആണോ മക്കളെ?
ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അടുത്തത് ഇഫ് സ്ക്രാപ്പ് വാല്യൂ ഈസ് 10 per unit, scrap value is ₹10 per unit. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോൾ സ്ക്രാപ്പ് വാല്യൂ കൂടി വരും. അതായത് 10,000 into 50 മൈനസ് എത്രയാണ് നോർമൽ ലോസ്? 400 into 10. നോർമൽ ലോസിന് അത്രയും പൈസ കിട്ടും. 400 ലോസ് ആയിട്ടുണ്ടെങ്കിൽ അതിന് 10 രൂപ വെച്ച് കിട്ടും. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൽ നിന്നത് കുറയും. നോർമൽ ക്വാണ്ടിറ്റി 9600 തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം എത്ര കിട്ടും നോക്കി. $51.6667 കിട്ടിയോ? ടോട്ടൽ കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്, നോർമൽ ക്വാണ്ടിറ്റി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ചെയ്തുകൊണ്ടിരിക്കണം, അതാണ് ഒന്നും മിണ്ടാത്തേ. ചെയ്ത് കഴിഞ്ഞ ഒരു കൈ വെക്കണേ. ഷംന, ഹർഷാദൊക്കെ കഴിഞ്ഞു, ഗായത്രി കഴിഞ്ഞു. ഓക്കെ, അപ്പോ കൈ താത്തിട്ടോ. നമുക്ക് എഴുതാനുള്ളത് 15.667 കിട്ടി. ക്ലോസിംഗ് സ്റ്റോക്ക് ഷംന കൈ താഴട്ടെ. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 2000 യൂണിറ്റ്സ് ആണ് അല്ലെ? ഇൻറ്റു 51.6667 എത്ര കിട്ടും ക്ലോസിംഗ് സ്റ്റോക്ക്? 2000 into 51.6667 103,333.4. നിങ്ങൾക്ക് കിട്ടിയോ? അബ്നോർമൽ ലോസ് 600 into 51.6667 600 into 51.6667 31,000 മൈനസ് അബ്നോർമൽ ലോസിന് ഈ 600 ക്വാണ്ടിറ്റിക്കും 10 രൂപ വെച്ച് സ്ക്രാപ്പ് വാല്യൂ കിട്ടൂലേ? അപ്പൊ അത് കുറയണ്ടേ? അത് കുറഞ്ഞിട്ടുള്ള ലോസ് അല്ലേ? എത്ര കിട്ടും? 25,000 കിട്ടിയോ നോക്കി നിങ്ങൾ? കിട്ടിയോ നോക്കി? 25,000 കിട്ടിയോ? കിട്ടിയോ? കിട്ടി അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, സോ ഇനി എന്തിനാ നമ്മൾ ഈ സ്ക്രാപ്പ് വാല്യൂ കുറച്ചത് എന്ന സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടി 2 ലക്ഷം രൂപ വണ്ടി ഇടിച്ചു. 2 ലക്ഷം രൂപ റിപ്പയർ വന്നു അല്ലെങ്കിൽ ലോസ് വന്നു എന്ന് വിചാരിക്കാം. അതിൽ 50,000 രൂപ ഇൻഷുറൻസ് കമ്പനി എനിക്ക് തന്നു. അപ്പൊ എന്റെ നെറ്റ് ലോസ് എത്രയാണ്? നെറ്റ് അബ്നോർമൽ ലോസ് എത്രയാണ്? 1,50,000 ആണ്. 2 lakhന് വണ്ടി ഇടിച്ചു, പണി വന്നു, അതിനകത്ത് 50,000 രൂപ എനിക്ക് കിട്ടി, ഇൻഷുറൻസ് കമ്പനി തന്നു, ആരെങ്കിലും തരാനുണ്ടായി. ഓക്കെ, അപ്പൊ എന്റെ ലോസ് എത്രയായി? 1,50,000 ആയി അല്ലേ? 1,50,000 ആയി. ഓക്കെ ആണോ? അതുകൊണ്ടാണ് നമ്മൾ അബ്നോർമൽ ലോസിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നത്? അതിന്റെ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന റീഇംബേഴ്സ് ചെയ്യപ്പെടുന്ന എമൗണ്ട് നമ്മൾ കുറയ്ക്കുന്നത്. റീഇംബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കഴിഞ്ഞു. അബ്നോർമൽ ലോസ് വരെ നിങ്ങൾ ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽ മതി. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. അഡീഷണൽ ക്വസ്റ്റ്യൻസ് നോർമൽ ലോസും അബ്നോർമൽ ലോസും ക്ലിയർ ആവാതെ നിങ്ങളുടെ കൺസൈൻമെന്റ് ക്ലിയർ ആവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം. അടുത്തത്
there are two methods. ഇത് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സെഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കൺസൈൻമെന്റ് അക്കൗണ്ട്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. Two methods of preparing consignment accounts. Consignment accounts two മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് കോസ്റ്റ് പ്രൈസ് മെത്തേഡ്, രണ്ട് ഇൻവോയിസ് പ്രൈസ് മെത്തേഡ്. ഓക്കെ, എന്താണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് മീൻ ബൈ കോസ്റ്റ് പ്രൈസ് മെത്തേഡ്? എന്താണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ്? അതായത് കൺസൈനി 100 രൂപ കോസ്റ്റ് ഉള്ള ഗുഡ്സ്, കൺസൈനർ 100 രൂപ കോസ്റ്റ് ഉള്ള ഗുഡ്സ് കൺസൈനിക്ക് അയക്കുമ്പോൾ അത് 100 രൂപ കോസ്റ്റ് ആണ് എന്ന് തന്നെ ഡിസ്ക്ലോസ് ചെയ്താണ് അയക്കുന്നത്. അതിനകത്ത് എക്സ്ട്രാ പ്രോഫിറ്റ് ഒന്നും ആഡ് ചെയ്തല്ല ആ ഗുഡ്സ് അയക്കുന്നത്. സപ്പോസ് ഞാനും ഷംനയും നല്ല ഏജൻസ് ആണ് സിപ്ലയുടെ. ഓക്കെ, സിപ്ലയുടെ നല്ല ഏജൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ സിപ്ല പറയാണ്, മോനെ അല്ലെങ്കിൽ മോളെ, ഇത് 10 രൂപ വിലയുള്ള സാധനമാണ് കേട്ടോ, നീ ഒരു 20 രൂപയ്ക്ക് വിൽക്കുക, 10 രൂപ വിലയുണ്ട്. സിപ്ല ഡിസ്ക്ലോസ് ചെയ്യാണ് കോസ്റ്റ്. അങ്ങനെ കോസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്ത് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പറയുന്ന മെത്തേഡാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. ഇനി ഇൻവോയിസ് പ്രൈസ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിപ്ലയ്ക്ക് അറിയാം ഞാൻ ലോക കള്ളനാണ്. ഓക്കെ, സിപ്ലയ്ക്ക് അറിയാം ഞാൻ സിപ്ലേനെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന്. ഓക്കെ, സിപ്ല ഒരിക്കലും എൻ്റെ അടുത്ത് കോസ്റ്റ് പറയില്ല. 10 രൂപയുടെ സാധനം സിപ്ല പറയും, മോനെ ഇത് 15 രൂപയ്ക്ക് നീ അങ്ങോട്ട് വിറ്റോ എന്നേ പറയുള്ളൂ. 15 രൂപയ്ക്ക് ഇതങ്ങോട്ട് വിറ്റോ എന്നേ പറയുള്ളൂ. അല്ലാതെ ഇതിന് 10 രൂപയാണ് കേട്ടോ, നീ 15 രൂപയ്ക്ക് വിൽക്കിട്ടോ എന്ന് പറയില്ല. 15 രൂപയ്ക്ക് ഇത് വിറ്റോ എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെത്തേഡാണ് ഇൻവോയിസ് പ്രൈസ് മെത്തേഡ്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മൾ അതിനെ ഒരു ബ്രീഫായിട്ട് പറയുന്ന ഒരു സാധനം. ഇനി കോസ്റ്റ് പ്രൈസ് മെത്തേഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ദ കൺസൈനർ ഇന്റിമേറ്റ് ദ കൺസൈനി ആൻഡ് ദ അക്കൗണ്ട്സ് ഇൻ ദിസ് ബുക്സ്. ഓക്കെ, കോസ്റ്റ് ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദ ഗുഡ്സ് അറ്റ് കോസ്റ്റ്, ഗുഡ്സ് കോസ്റ്റിലായിരിക്കും ഇന്റിമേറ്റ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾസോ ടു ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പോ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റിൽ തന്നെ ആയിരിക്കും. നോ എനി സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഈസ് നീഡഡ്. വിച്ച് ഓൾ അക്കൗണ്ട്സ് നോ എനി സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഈസ് നീഡഡ്. അതിനകത്ത് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ക്ലോസിംഗ് സ്റ്റോക്കിൽ ആവശ്യമില്ല. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് എന്തിൽ തന്നെ നിൽക്കുന്നത്, കോസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ഇനി കൺസൈനറുടെ ബുക്കിൽ ഏതൊക്കെ മെയിൻ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ട്. ഈ കൺസൈൻമെന്റ് അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. ഈ കൺസൈൻമെന്റ് അക്കൗണ്ട് ശരിക്കും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ സ്പെസിഫിക് കൺസൈൻമെന്റ്. ഒരു സ്പെസിഫിക് കൺസൈൻമെന്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കൺസൈനീസ് അക്കൗണ്ട്. എന്താണ് കൺസൈനീസ് അക്കൗണ്ട്? കൺസൈനീസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൈനി ഇനി എത്ര രൂപ തരാനുണ്ട്, അല്ലെങ്കിൽ കൺസൈനിക്ക് ഇനി നമ്മൾ പൈസ വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ഇതറിയാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് കൺസൈനീസ് അക്കൗണ്ട്. ഡെപ്റ്റർ അക്കൗണ്ട് പോലെ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ കേസസ് കൺസൈനി നമുക്ക് പൈസ തരാനുണ്ടാവും അല്ലെ. നമ്മുടെ ഗുഡ്സ് കൺസൈനിയുടെ കിടക്കാണ്, കൺസൈനാണ് വിൽക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസ് കൺസൈനി പൈസ തരാനുണ്ടാവും. 3, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. ഈ കൺസൈനിക്ക് എത്ര ഗുഡ്സ് കൊടുത്തു എന്നുള്ളത് അറിയാനുള്ള അക്കൗണ്ട്. ആ അക്കൗണ്ട് വർഷാവസാനം അല്ലെങ്കിൽ ഒരു പീരീഡിന്റെ അവസാനം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ആ അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ആ അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി നാലാമത്തത് കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട്. കൺസൈൻമെന്റിലെ സ്റ്റോക്ക് എത്രയുണ്ട് എന്നുള്ളത് എഴുതുന്ന അക്കൗണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് ബാലൻസ് ബി ഡി ആയിട്ട് അവിടെ നിന്നോളും. ഓക്കെ, ഇനി അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കണം. ഈ 5 അക്കൗണ്ട്സ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരാനുള്ളൂ, കൺസൈനറുടെ ബുക്കിൽ എഴുതാൻ വരാനുള്ളൂ. ഇനി കൺസൈനിയുടെ ബുക്കിൽ കൺസൈനേഴ്സ് അക്കൗണ്ട്, കൺസൈനർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് അറിയണ്ടേ?
അത് വരയ്ക്കുന്ന ഒരു അക്കൗണ്ട്. രണ്ടാമത്തത് കമ്മീഷൻ അക്കൗണ്ട്. ഇനി മൂന്നാമതൊരു അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ആണ്. ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ കൺസൈനർ പേ ചെയ്യുന്ന കേസുകളിൽ ആര് ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യണമെന്നാ പറഞ്ഞത്? ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന സാഹചര്യത്തിൽ ആര് ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യണം? ക്ലിയർ ആയില്ല? ഒന്നുകൂടെ. കൺസൈനി. ഓക്കെ, കൺസൈനി ബെയർ ചെയ്യണം. കൺസൈനി. ഓക്കെ, അപ്പൊ കൺസൈനി ബെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് കൂടി വരയ്ക്കണം. ഓക്കെ അല്ലേ? അറിയോ? ഓക്കെ. അപ്പോ ഇത്രയും കൊണ്ട് നമ്മളുടെ ഇത് തീർന്നു. ഇനി ജേണൽ എൻട്രീസ് ആണ് പറയാനുള്ളത്. ജേണൽ എൻട്രീസ് നമുക്ക് ഒരുമിച്ച് പറയാം. ഒരു സെഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്ത് അടിപൊളിയാക്കാം കൺസൈൻമെന്റ്. കേട്ടോ, കൺസൈൻമെന്റ് നിങ്ങൾ പേടിക്കേണ്ട ഒരു സബ്ജക്ട് അല്ല, അല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു ടോപ്പിക് അല്ല. നമുക്ക് സെറ്റ് ആയിട്ട് കൺസൈൻമെന്റ് പഠിക്കാം. അപ്പോ നെക്സ്റ്റ് സെഷനിൽ കാണാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നോക്കട്ടെ, ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. ആൻഡ് താങ്ക് യു. ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, ക്വസ്റ്റ്യൻ 4 കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, എന്തായിരുന്നു? ഏതാടാ? ക്വസ്റ്റ്യൻ 4 കഴിഞ്ഞിട്ടാ പറഞ്ഞത്. ക്വസ്റ്റ്യൻ 4 കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അബ്നോർമൽ ലോസിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ നമ്മൾ കുറച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 lakh എനിക്ക് ലോസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എനിക്കൊരു ആക്സിഡന്റ് പറ്റി എന്റെ വണ്ടിക്ക്, എന്റെ വെഹിക്കിളിന് ഒരു ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ അബ്നോർമൽ ലോസ് ശരിക്കും എത്രയാണ്? 2 lakh ആണ് അല്ലേ? 2 lakh ആണ് അല്ലേ? 2 lakh ആണ്. ഓക്കെ, അപ്പോ ആ 2 lakhൽ എനിക്ക് 50,000 രൂപ ഇൻഷുറൻസ് കമ്പനി തരാണ്. 50,000 രൂപ തരുവാണ്. അപ്പൊ എന്റെ നെറ്റ് അബ്നോർമൽ ലോസ് എത്രയാണ്? 2 lakh എനിക്ക് കിട്ടി, അതിൽ 50,000, 2 lakh എനിക്ക് പോയി, അതിൽ 50,000 ഇൻഷുറൻസ് കമ്പനി തന്നു. നെറ്റ് അബ്നോർമൽ ലോസ് എത്രയാണ്? 1,50,000 ആണ്. 1,50,000 ആണ്. ഓക്കെ അല്ലേ? അതുപോലെയാണ് നമ്മൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക്, 4th ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തതെന്നാ പറഞ്ഞത്. നമുക്ക് ടോട്ടൽ അബ്നോർമൽ ലോസ് എത്ര വരും? 600 into 51.6667 വരും. അതിൽ എത്ര രൂപ നമുക്ക് കിട്ടും? 10 രൂപ വെച്ച് 600 കിട്ടും. അപ്പൊ നമ്മുടെ അബ്നോർമൽ ലോസ് കുറയും. നെറ്റ് എഫക്റ്റിൽ 25,000 അബ്നോർമൽ ലോസ് വരുള്ളൂ. അതാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ട് ഇത്രയും സെഷൻസുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് ചോദിക്കാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ശരിക്കും ഓക്കെ ആണ്. ഓക്കെ, ഡീപ്പ് ടു ഡീപ്പ് പഠിക്കണം. നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും ഡീപ്പ് ടു ഡീപ്പ് പഠിക്കണം കേട്ടോ. അതിനകത്ത് കുറച്ച് പഠിച്ചില്ല എന്നുള്ളതല്ല. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ 100% പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 4 പ്രോബ്ലം തന്നെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ലോസോ അബ്നോർമൽ ലോസോ ഇത്രയും ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സമയം കുറച്ച് കൂടുതൽ എടുത്തേക്കാം. 1 hour സെഷൻ ഉള്ളത് 1.5 hour സെഷൻ ആയേക്കാം. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ആൻഡ് ആസ് എ ഫാക്കൽറ്റി ഞാനും നോക്കുന്നത് തന്നെയാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഞാനും നോക്കുന്നത്. സോ എനിക്കറിയാം, ഞാൻ പൊതുവെ ഈ ക്രാഷസ് എടുക്കാറില്ലാത്ത ആളാണ്. ബട്ട് ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയാണ്, അവരുടെ അടുത്തും മാനേജ്മെന്റിന്റെ അടുത്തും പറഞ്ഞു തന്നെയാണ് എടുക്കുന്നത്. 1 hour എന്നുള്ളത് ചിലപ്പോ എന്റെ 1.5 hours അല്ലെങ്കിൽ 1.25 ഒക്കെ ആയേക്കാം. ബട്ട് അത് കിട്ടുന്നത് സ്റ്റുഡൻസിന് ക്വാളിറ്റിയോടെ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ സ്പീഡിന് ഓടിച്ചെടുക്കില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇത്രയും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അടുത്ത സെഷനിൽ കാണാം. കൺസൈൻമെന്റ് ഞാൻ തീർത്തെടുത്ത് തരാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ താങ്ക് യു.